സിറ്റി കയറുന്നുണ്ടാ? ഫുൾ സ്ക്രീൻ ആക്കി ജോക്കി ഒരു മിനിറ്റ് ജോക്കി. കളിച്ചോ. ഇതെന്തോ ഇത് എന്തോ ചെയ്യണ്ടേ? കീബോർഡ് മൂവി കൊണ്ടുപോയോ? ഫസ്റ്റ് ലെവലായി. ഇതാണ് വലിയ കാര്യം. ട്രൈ ഒരു ഗെയിം ആണോ ഗീരണ്ണ? അതിനകത്ത് വീണാലും ചത്തു ഇല്ല, അതിനകത്ത് കുഴി വീഴരുത്, അത്രേ ഉള്ളൂ. ജോക്കി അതിന്റെ മണ്ട കേറിയാലും ചത്ത് ജോക്കി. നിനക്ക് എന്തൊരു റിഫ്ലക്സ് ഇല്ലാത്ത ഈകളെ. ഇതെന്താണോ റിഫ്ലക്സ് ഇല്ലാണ്ട് കളിക്കുന്നത്? ആണോ? ഞാനൊക്കെ ഇപ്പൊ കാണിച്ചു തരായിരുന്നു. സിമ്പിൾ. ചാട്. അതൊന്ന് ഇതൊന്ന് കളിച്ചു നോക്കി ജോക്കി. ഇതൊന്ന് കളിച്ചു നോക്കി. ഒന്ന് കളിച്ചു നോക്കി. എടാ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയട്ടെ, ഇത് ലിങ്ക് ഒന്ന് വെച്ചേ. സ്ക്രീൻ അതിനനുസരിച്ച് മൂവ് ആവും. ഒന്ന് കേറിട്ട് ലൈവ് ഇട്ടടാ. അവനൊന്ന് അയച്ചോട്ടെ കണ്ടാ അറിയാതെ. എടാ ഈ ട്രോളാണ്, നമ്മൾ വിചാരിക്കും പോലെ പോകത്തില്ല ഗെയിമിന് ഇഷ്ടത്തിന് പോകും. ഇനി എങ്ങോട്ടാ? നെക്സ്റ്റ് ലെവല്. ഓ ഇത്ര ഉള്ള ഒരു ലെവല് കേറണം നീ. ഓ ഞാൻ വിചാരിച്ചു എന്നത് കയറിയാലും ചാവുന്നു. ഓ അത് പറ. ഇപ്പൊ തീർത്ത് തരാം. എന്താ നീ വിചാരിക്കുന്ന പോലെ പോകത്തില്ല. ഉണ്ടോ? നോക്കണേ. ഞാൻ 6ാമത്തെ ലെവലായേ. ഒന്നും നടക്കത്തില്ല, തോന്നുന്ന കണക്ക് പോകും. ഇങ്ങനെ തള്ളുന്നുണ്ട് കേട്ടാ. ഞാൻ സ്ട്രീം ഇട്ട് കാണിച്ചു തരാം. സിമ്പിൾ ഗെയിമിനൊക്കെ ഇത്ര നിക്ക് പോലെ. ഇനി പോക്കോ. രണ്ടാമത്തെ വീട്ടിൽ കയറിയേ. ഞാൻ 5 വീട്ടിൽ കയറി നോക്കി ഇപ്പൊ ഇവിടെ. പിന്നെ അതല്ല, ഞാൻ മറ്റേ ലെവല് മാറുന്നൊരു സാധനമുണ്ട്. ഇനി അടുത്ത ലെവലിലോട്ട് പോകുന്നത്. ക്ലിക്ക് ചെയ്ത് അടുത്ത സ്റ്റേജ്. ഇത് എളുപ്പമല്ലടാ. അത് എളുപ്പം കളിച്ചോ. ഞാൻ തീർത്തു കേട്ടോ. ഇന്ന് അവിടെ ഇരുന്ന് പലതും ഇറക്കിയും പൊട്ടിക്കുന്നു. ഞാൻ കാണിച്ചല്ലോ. എടാ ഇതൊന്നും വലിയ പാടുള്ള പരിപാടിയൊന്നും സ്ക്രീൻ നോക്ക്. ഒന്നും ഒരു സീനും ഉള്ള കാര്യമല്ല. ഞാനൊക്കെ കൊറേ ലെവലായി. ഈകൾ എത്രാമത്തെ ലെവലടാ? സെക്കൻഡ് സ്റ്റേജ്. അത് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് തന്നെ. എനിക്കിത് ശരത്തേട്ടനെ കൊണ്ട് കളിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എടാ ഇത് കളിച്ച് തീരാറായി ഞാൻ. ഓ ഫൈനലി. ഇത് വഴി ലെഫ്റ്റില് ഇടിക്കുന്നടാ. എടാ ഇവിടുന്ന് വന്ന് പൊട്ടിക്കാൻ തുടങ്ങി കേട്ടോ അവിടെ. ഇത് പറ്റൂല. ഞാൻ ഐഡിയ കളിക്കാം. അത് ചോദിക്കണേ. സിമ്പിൾ ഗെയിം. എന്തൊക്കെയായിരുന്നു സിമ്പിൾ ഗെയിം? ഇപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? എടാ ഞാൻ തീരാറായി കേട്ടോ. രണ്ടാമത്തെ സാധനം, രണ്ടാമത്തെ വീട്. അല്ല പിന്നെ ദേഷ്യം. ഇതെന്താ? ഇതൊന്നും ഇല്ലല്ലോ. അതെന്തെളുപ്പം? ഈസി. ഇത് തന്നെ തിരിച്ചൊരു ഓട്ടം ഓടിയും. ആ കുഴി പോയി ഇരിക്കണായിരിക്കും കേട്ടോ. ഈസി കാര്യം ഉണ്ടാ. നീ അവിടെ തന്നെ ഇല്ലേ? ഞാനും അവിടെ തന്നെ. ഇത്ര ഇവിടെ എത്തിയ ഒരു വരവ് വന്ന്. തേർഡ് സ്റ്റേജിലായി. തള്ളിയിട്ട് കൊണ്ടുപോയി മതിലേ തട്ടിക്കൊണ്ടിട്ട്. ഞാനും തേർഡ് സ്റ്റേജ് ആയി. എന്നല്ല എന്റെ കളിപ്പുള്ളയാണല്ല ഞാൻ. പിള്ളേർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കണ കളി അതൊക്കെ. നമ്മളെ പ്രൊഫഷണൽ ഗെയിമേഴ്സ്.
അവള് പിടിച്ചൊക്കെ കേറാൻ നോക്കി കേട്ടോ. അത്രേ ഉള്ളു, ചാടിക്കോ. ആ ചാടി ചാടി ചാടി. ഓക്കെ, കസാൻ പോലും ഇത്രയും പാടില്ലായിരുന്നു. എടാ അവൻ എന്താടാ അപ്പുറത്ത് പോവാത്തേ? മോളിൽ ചാടി ചാടി ചാടി. അങ്ങനല്ല അതിന്റെ മണ്ടയ്ക്ക് ചാടിയിട്ട് പറയട്ടെ. എടാ അവൻ നമ്മുടെ ചന്തി വന്നൊരു പുഷ് തരുമല്ലോ, ആ അതിന്റെ പുഷിന്റെ കൂടെ ഫോഴ്സിൽ നമ്മൾ അപ്പുറത്തോട്ട് പോണം, മനസ്സിലായ? അങ്ങനെയാ. മേ ബി ആ സാധനം പൊങ്ങുമ്പോ അതിന്റെ മണ്ടയ്ക്ക് കയറിയിട്ടാണ് കിടന്നത്. സൂപ്പർ, അങ്ങനെ ഒരു വഴിയില്ല. ബണ്ണി ഹോപ്പൊന്നും നീ വിചാരിക്കും പോലെ പോത്തില്ല ഗെയിം. ചേട്ടാ എനിക്ക് അതിന്റെ മണ്ടയ്ക്ക് ചാടിക്കരുത്, എന്നിട്ട് അതിന് നാലാമത്തെ ഇടത്തിയേ. ആ പൊങ്ങത്തില്ല, അതിന്റെ മണ്ടയ്ക്ക് കയറി. ആ അങ്ങനെ വല്ലതും കയറി. ഈസി കഴിഞ്ഞാട്ടോ ഈ ലെവലൊക്കെ, ഈസി ലെവലൊക്കെ. എടാ ഇത് എന്ത് എളുപ്പമുള്ള ഗെയിമാടാ ഇങ്ങളെ. എടാ ഇടിച്ചിട്ടടാ. സിമ്പിൾ. അല്ല പിന്നെ നിന്ന് പോണോടാ. സിമ്പിൾ സിമ്പിൾ. അവിടെ വെച്ച് മൈ തട്ടിയിടാൻ നോക്കിയുണ്ടോ? കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, എന്നിട്ട് ഞാൻ വരാം. ചതിച്ചതാ. ഇതെങ്ങനെയാടാ ഈ ലെവല് കീരി എന്റെ നോക്കിയടാ. ചാടണ്ടേട്ടാ, അവിടെ തന്നെ നിന്നാ വേണ്ട. അത് കുറച്ച് സ്ഥലമില്ല ഈ സ്ഥലത്ത് നിൽക്കാ. ഈ റൈറ്റ് സൈഡിൽ തന്നെ സ്ഥലം കണ്ടാ. ഇവിടെ ചാടുന്നതിന് മുമ്പ് അവിടെ നിന്നാ അതിന്റെ മുകളില് റോഡ്സിന്റെ മുകളിൽ കൂടെ ബുദ്ധിയാടാ. അതിന്റെ മുകളിലത്തെ ഡോട്ടിലിട്ട് ടച്ച് ചെയ്തേ. അപ്പൊ എനിക്കറിയത്തില്ല, നോക്കണം. ഒരു ബോൾ എടുത്തില്ല. ചേട്ടാ ഞാനൊരു കാര്യം പറയാം, തിരിച്ചു നടന്നേ. ഇല്ല അതും ഇല്ല. ചേട്ടനെ മുകളിലത്തെ എടുക്കാൻ പാടില്ല. അപ്പൊ മുകളിലത്തെ എടുക്കാൻ പാടില്ലെന്ന്. നേരെ ഓടിയ നേരെ ഓടിയ. ഇനി ഈകളെ നോക്കട്ടെ, ഇവിടെ എന്തായി? തീർന്നില്ലേ ഇത്? ഓ ഓക്കെ, രണ്ടെണ്ണം തൊട്ടാ പൊടിയുന്നതാ. അപ്പൊ ഞാനാണല്ലേ ഈ കൂടെ ഏറ്റവും മുമ്പത്ത്. ഞാനാ ഏറ്റവും മുമ്പതി. അല്ലല്ല, ഞാൻ ശരത്തേനെ മുമ്പത്ത് ഞാനാ. നേരത്തെ നമ്മൾ നോക്കിയില്ല, അത് തന്നെ. അല്ലല്ല, അതൊക്കെ കഴിഞ്ഞ ചേട്ടാ എടുക്കണ്ട, മേളത്തെ എടുത്ത് തീറും. നേരെ നടന്നങ്ങ് പോയാ മതി. ഈകളെ വെള്ളത്തെ എടുക്കാൻ പാടില്ല, നിന്നെ പറ്റിക്കാൻ വെച്ചേക്കും അത്. അതാ പോയിട്ട് വന്ന് വീണ്ടും എടുത്തത്, മനസ്സിലായ? ഓക്കെ, സൂപ്പർ. ഇൻവിസിബിൾ ഇൻവിസിബിൾ. എടാ എങ്ങനെയാടാ ആ ഗ്യാപ്പിൽ കൂടെ കറക്റ്റ് ആയിട്ട് താഴോട്ട് പോയത്? അവിടെ എത്തുമ്പോ തന്നെ. അല്ലല്ല, ഇത് മൂന്നിൽ തൊടണം, മൂന്നിൽ തൊട്ടാലേ ഇത് കയറാം. ആണോ? രണ്ടെണ്ണത്തിൽ തൊടുന്നതിന് മുമ്പ് താഴെ വീഴുമല്ലേ? അല്ല, മൂന്നിൽ തൊടണം, മൂന്നിൽ തൊടണം. നീ അവിടെ നിന്നേ, രണ്ടാമത്തിൽ നിന്നിട്ട് ചാട്. ഇന്നലെ തന്നില്ലല്ലോ. നിന്നോ? ആ, അടുത്തേൽ നിക്ക്, ഇനി ചാട്. അത് നീങ്ങിപ്പോയടാ പോലെയാടി, അത് നീങ്ങിപ്പോയത്. ഇഷ്ടപ്പെട്ടിട്ടില്ല. ഫാസ്റ്റ് ചെയ്താലും എന്തേലും ഗുണമുള്ള? ഓടി ഒന്ന് ജമ്പ് ചെയ്തേ, ഓടി ഒന്ന് ജമ്പ് ചെയ്തേ. ദേ നടക്കുന്നു. എടാ ഞാൻ എനിക്കിപ്പോ കാര്യം മനസ്സിലായി, എങ്ങനെയാന്ന് പറയട്ടെ. നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്ത കാര്യം. നമുക്ക് ഒരു വട്ടം ചാടി ഇവിടെ നിക്കാം, എന്നിട്ട് ഇത് ഇങ്ങനെ നീങ്ങാം. അടുത്തേലെ ചാടി ഞാൻ ഇങ്ങനെ നീങ്ങി, ഇനി ഒരു വട്ടം നീങ്ങാം. വേണ്ട, ഒരു വട്ടം നീങ്ങായിരുന്നു. ഞാൻ രണ്ടായിപ്പോയി. ഒരു വട്ടം നീങ്ങായിരുന്നു, മനസ്സിലായ?
ഒന്ന് ഞാൻ പറയാം. അവിടെ നിന്ന് ചാടുന്ന പോലെ ആക്കിയിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിച്ചു വാ. ചാടിയിട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് വാ. റൈറ്റിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ബീറ്റ് ആ ട്രാപ്പ് ബീറ്റ് താഴോട്ട് പോകാനല്ല. റൈറ്റ് സൈഡിലോട്ട് ചാടിയിട്ട് ലെഫ്റ്റിലോട്ട് ചെയ്യണം. അതെ, അപ്പോഴേക്കും അത് നീ മൂവ് ആവും. മനസ്സിലായോ? മറ്റേ ട്രാപ്പ് ബെയിറ്റ് ആക്കിക്കൊടു. അത് വെയിറ്റൊക്കെ ചാടി പറ്റൂടാ, തിരിച്ചു. ഒരു വട്ടം ആക്ക്. മിഡ് ഏറി തന്നെ ചാടാൻ മിഡ് പറ്റൂല ഏറി ഇതില്. ഇല്ലേ? അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ചാടാൻ പറ്റൂല. ഇത് ഭയങ്കര ഇതിനൊരു വല്ലാത്തൊരു ഇതിന്റെ സൗണ്ട് ബെയിറ്റിംഗ് ആ നമുക്ക്. വന്നില്ലേ ആ സാധനം വന്ന് അതാ കേട്ടോ. പറ. അത് പറ്റും, അത് എല്ലാ ഗെയിമിലും പറ്റും. നടക്കുന്നു. ഓക്കെ, ഇല്ല ഇത് തീർത്ത് എനിക്ക് ഗെയിം തീർക്കണം. ഹൈ അടുത്തുണ്ടായിരുന്ന അടി കിട്ടുമായിരുന്നു. എടാ അങ്ങോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട, ഈ നാട്ടുകാർ കാണുന്ന 50-90 ഒക്കെ എടുത്തു വെച്ചിട്ടേ ഞാൻ ഇരുന്ന് സ്ട്രീം ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ 50-90 ഒക്കെ 2 MB ഗെയിം ഡൗൺലോഡ് ചെയ്യണ്ടല്ലോ. ഹൈ ഗ്രാഫിക്സ് ഇട്ടാ കളിക്കുന്നത്, എല്ലാരും കാണണം. ഫുൾ ഗ്രാഫിക്സ് ആണ്. ഫുൾ ഗ്രാഫിക്സാ. എടാ ഞാൻ ചാട് എന്തായാലും എന്റെ അത്ര എത്തിക്കാണല്ലോ ചേർത്തട്ട. നേരത്തെ കളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇല്ല ചേർത്തട്ടം കഴിഞ്ഞാൽ 3, 4, 5 ആറാമത്തെ ഗുണ ഗെയിമാണടാ ഇത്. ഓ മനസ്സിലായി. ഓക്കെ, ഈകളെ അതിൽ തുടരുത്. ഒന്നും തൊടണ്ട നമുക്ക് വെറുതെ. ഒന്നും തൊടല്ല. അണ്ണ ലാസ്റ്റ് പെട്ടെന്ന് ലാസ്റ്റ് ഓടിക്കാറണം. കണ്ണാപ്പി പറഞ്ഞു കൊടുക്കണ്ട, കളിക്കട്ടെ. ചാടണം തോന്നുന്നു അല്ലേ? ചടണം തോന്നുന്നു. കൊച്ചു പിള്ളേരുടെ ഗെയിം അവിടുന്നല്ല, കൊച്ചു പിള്ളേരുടെ ഗെയിം. ആരാത് പറഞ്ഞേ ടൈം കൂടെ സെറ്റ്. അവൻ പറഞ്ഞ ഓടിക്കറണമെന്നല്ലേ ഞാൻ പറഞ്ഞ കള്ള. അതിനകത്ത് കേറടാ, പുറത്തോട്ട് കേറാ. ചന്തിക്ക് ഇടിച്ചിട്ടുവാ. ചന്തി അടിച്ച് ഫ്രണ്ടിലാക്കിന്ന്. അവിടെ ഒരു ബ്രേക്ക്, അതിൽ തൊടാൻ പാടില്ല. അവിടെ ഒരു ബ്രേക്ക് വേണമായിരുന്നു അളിയാന്ന്. മൂവി എന്നെ കൊന്നടാ. ലാസ്റ്റ് ചാടണ്ട, അവിടെ നിക്ക്. ഒരു കാര്യം ശ്രദ്ധിച്ചാ, ജോക്ക് പീസ് അടിച്ചു പൊട്ടിച്ച് അത് വഴി പോയി. അടിച്ചു കൂട്ടി സൗണ്ട് കേൾക്കുന്നു. ഞാനിത് തീർത്തിട്ടെന്ന് വരുന്നുള്ളൂ. ലെവൽ 2 ഏഴാമത്തെ വീടായി. ലെവൽ 2 ഉണ്ട് കേട്ടോ. ഓട്ടോയിലും വഴി കാണിക്കുന്ന പോലെ കുറെ ഉണ്ട്. നേരെ കയറിയ പോരെ. ഇതൊന്ന് ചാടറാ കൊച്ചു പൂച്ചാണ്ടി. അവിടെ നിന്ന് കീബോർഡൊക്കെ കുഴി പോയി. സൂക്ഷിച്ച് ചാടണം. എന്തോ ഒരു ട്രാപ്പ് ഒന്നുമില്ല ധൈര്യമായിട്ടാണ് ചാടിക്കുക. ചുമ്മാ ആണ് ഇവൻ പലതും നമ്മളെ പറ്റിച്ച് വീണ്ടും. ഇതാത്തി കാണും, എന്തേലും കാണും. പിയാടി മനസ്സിലായി. അവിടെ വിളിയൊക്കെ കേട്ടു തുടങ്ങിട്ടാ. ഒന്നുമില്ല ധൈര്യമായിട്ട് ജമ്പില്ല. ഈ സാധനം പൊങ്ങുവാണ്, മനസ്സിലായ? ഐഡിയ ഞാൻ തന്നെ വേണം. ഐഡിയ പറയായിരിക്കും. ഞാൻ കളിച്ചോളാം. കളിക്കട്ടാ. ഇതെന്താ അടിയില് റബ്ബർ ബുഷ് വെച്ചാ? സൂപ്പർമാന്റെ ഷഡ്ഡി കിട്ടിട്ടുണ്ടേ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബ്രോ ഫുൾ ഗ്രാഫിക്സിൽ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1300 FPS കണ്ട സിമ്പിൾ. എടാ ഞാൻ ഒരു പറയാ,
ഞാൻ പണ്ട് എന്റെ ബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് കൊതുകിന് വരെ ഷെഡ് ഇടിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു കൊതുകിനെ ഷെഡ് ഇടിപ്പിച്ചിട്ട് അതിന് പിന്നെ ടോയ്ലറ്റിലൊന്നും പോകാൻ പറ്റാതെ അത് മരിച്ചു പോവായിരുന്നു. പക്ഷെ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാൽ കൊതുകിനെ വരെ ഷെഡ് ഇടിക്കാം. വിളിക്കുന്നുണ്ടോ? ഓ വിളിക്കാം. വിളിക്കണേ. പിന്നെ കീബോർഡ് അതെന്താ തന്നെ ചാടിയത്? പുതിയ കീബോർഡ് മേടിച്ചിട്ട് വരാം. വിളിക്കണേ. പുതിയ കീബോർഡ് മേടിച്ചിട്ട് കേട്ടോ വിളിക്കണേ. കേട്ടോനെ നമ്മള് സ്പേസിൽ നിന്ന് വിട്ട അപ്പൊ പോവുത് കണ്ടോ? ഇത് കണ്ടാ ജോക്കി ഒരു മിനിറ്റ് സ്പേസിൽ നിന്ന് വിടാൻ പറ്റൂല കണ്ടാ? എടാ പൊട്ട തിരിച്ചു ചാട്. ലെഫ്റ്റിലോട്ട് എന്നിട്ട് വീണ്ടും പോ. എന്നിട്ട് അടുത്തതിനകത്ത് സെയിം റിപ്പീറ്റ്. എന്നിട്ട് തിരിച്ചു ചാട്. എന്നിട്ട് സെയിം റിപ്പീറ്റ്. അങ്ങനെ പോയില്ലേ ലെഫ്റ്റ് വെക്കാൻ റൈറ്റിലോട്ട് പോകും. ഈകളെ വിളിക്കണാ? വിളിക്കാം. സിമ്പിൾ. ആദ്യം മനസ്സിലായി ഡീകോഡ് ഇട്ടെ. ആദ്യത്തെ ലെഫ്റ്റിലത്തെ പൊളിഞ്ഞു പോകും, രണ്ടാമത് റൈറ്റിലത്തെ പൊളിഞ്ഞു പോകും. ഓക്കെ സെന്ററിലേക്കണം. പൊളിയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തൊക്കെ പ്ലാൻ ചെയ്ത് പോയെന്നറിയാവോ? അത്രേ ഉള്ളൂ. ഈസി. ഇത് എനിക്ക് ഡീകോഡ് 2 സെക്കൻഡ് വേണേ. അതെ എന്തേലും പൊളിയാനുണ്ടല്ലോ. ഇല്ലേ? ഇല്ല ഇതൊന്നും പൊളിയാനില്ല. ഫുൾ ഉടായി പോയി. ചിലടത്ത് കൺഫ്യൂസ് ചെയ്യാൻ നമ്മളെ വെച്ചിരിക്കുക. എന്തോ പോകാനുണ്ട് എവിടെ? ഞാനായിരുന്നു പോകാനുള്ളത്. അല്ല അതിന്റെ കൂടെ പ്ലാറ്റ്ഫോം പോയായിരുന്നു. പോയിരുന്നു. അപ്പൊ അതിന് മുമ്പ് ചാടിക്കണം. എന്തൊരു സാധനോടാ. ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യല്ലേ. നാളെ മറ്റേ ധോണി ക്യാൻഡി ക്രഷ് കളിച്ചപ്പോൾ ഡൗൺലോഡ്സ് കൂടിയതുപോലെ എനിക്ക് അങ്ങനെ പെട്ടെന്ന് ക്യാഷ് ചെയ്യാനാ വയ്യ. അവര് ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരമായി പോവേ. പൈസ കൊടുക്കണം. ആണല്ലേ? അപ്പൊ ഒരു വണ്ടി മേടിക്കത്തില്ല. അത് അല്ലല്ല അത് ഇപ്പൊ സ്ക്രീനിൽ കാണിച്ച പോർഷൻ ഇല്ലേ, അത് പോയി. നമ്മളത് ഊഹത്തിൽ ചാടണം കണ്ട. പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ ചാടുമ്പോ താഴെ വീഴും. ഇവൻ ഒരു തന്തയില്ലാത്തവനാണ്. എന്തിനാണ് ഇങ്ങനെ പറ്റിക്കുന്ന ആൾക്കാര്? അഞ്ചാമത്തെ വെയിറ്റ് എടാ മിണ്ടാ കളിക്കടാ. സിമ്പിൾ ഗെയിം ആണ്. അപ്പൊ അതിന്ന് തിരിച്ച് ഇതീ ചാടിയിട്ട് മുകളിലോട്ട് ചാടണം അല്ലേ? മുകളിലോട്ട് ചാടണം. ഇങ്ങനെ ആലോചിച്ചോ എന്തോ. തിരിച്ച് ചാടാൻ സമ്മതിക്കുന്നില്ല. അതിൽ നിന്നാ മതി. അവിടെ നിന്നാ മതി. അടുത്തേക്ക് സത്യം. ഞാൻ എന്തിനാ മറ്റേ ചാടുന്നല്ലേ? ഞാനത് പറഞ്ഞപ്പോ പോലും നിങ്ങക്ക് എന്നെ ഒന്ന് തിരുത്തിക്കൂടായിരുന്നോ? അത് മാത്രം മുകളിലായിരുന്നടാ. എന്തൊരു കട്ട മാറ. അവിടെ സ്ട്രൈഫ് ചെയ്യണം കേട്ടോ. ലാസ്റ്റ് ശ്രദ്ധിച്ചോണേ. മിഡ് സ്ട്രൈഫ് ചെയ്യണേ. ലെഫ്റ്റിലോട്ട് സ്ട്രൈഫ് ചെയ്ത് നോക്ക്. നോർമലി ചാട്. നോർമലി ചാടിയില്ല, അതിനെ മണ്ടക്കിടിക്കും. നോർമലി ചാടി ആണ് നോർമലി ആദ്യം ചാടിയത്. അത് ചാടിയില്ല. നോർമലി ചാടാൻ പറ്റും. നോർമലി ചാടാൻ പറ്റും നിനക്ക്. അതിൽ തന്നെ ടച്ച് ചെയ്യണമെന്നില്ല. അവിടെ തട്ടണം. അവിടെ ലാസ്റ്റ് മാത്രമാണ്. മറന്നു പോയെന്നല്ല, സത്യം മറന്നു പോകുന്നുണ്ട്. മറവിനോണ്ട് കേട്ടാ. ഇതിൽ നേരെ നടന്നു കയറിയാ മതിയല്ലേ?
ഓ പക്ഷെ ലാസ്റ്റത്തിൽ അങ്ങനെ കേറരുത്, ലാസ്റ്റത്തിൽ ചാടി പോണം, അത്രേ ഉള്ളൂ. ഇതിലും ചാടാം, ഇതിലും ചാടി കയറി ഇത്രേ ഉള്ളൂ. ഇത് എന്തൊരു സിമ്പിൾ ആണ് ഇത്. സൂപ്പർ. ഞാൻ ഇപ്പഴും എനിക്ക് മനസ്സിലായി, ഇത് നമ്മള് കുഴി വീഴണം. അവിടാണ് കണ്ട കുഴി വാ. അടുത്തൊരു കുഴി ഉണ്ടോ ഇല്ല കേട്ടോ. അടുത്തൊരു കുഴി ഇല്ലടാ, അത് തന്നെ അടി പോവാ. കണ്ട എന്തോ ഉണ്ടാക്കി വെച്ചേക്ക. ഇത് കുഴിന്ന് വരുവേ. അവിടെ ലെഫ്റ്റോട്ട് ചാടി. അത്രേ ഉള്ളൂ. ജസ്റ്റ് സിമ്പിൾ. ടെൻഷനായി പോയെന്ന്. ടെൻഷനായി കളഞ്ഞ്. സൂപ്പർ. എടാ അത് നീങ്ങും നിനക്കറിയാം. കണ്ട ഈ തന്തലത്തിന് അനങ്ങാതിരുന്ന കണ്ട 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 അത് അവിടെയാണ്. നീ അവിടെ നേരെ റൈറ്റിലോട്ട് പോയി നോക്ക്, അവിടെ നേരെ റൈറ്റിലോട്ട് അങ്ങ് ചേർന്ന് പോയി നോക്ക്. സിമ്പിൾ. ചാട്, റൈറ്റിലോട്ട് ചാട്. സിമ്പിൾ. കണ്ണാപ്പി വീസി അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. കീബോർഡിന്റെ സൗണ്ട് കേൾക്കാം. എവിടായിരുന്നു മറ്റേ സാധനം? അമ്മൂമ്മയുടെ കൈ ഇവിടെ എങ്ങാണ്ടാണ്. നോർമലി സിമ്പിൾ. ലെവല് പേഷ്യൻസ്. ഇത് കുറച്ച് കൂടുതല്. എന്ത് റിലാക്സ് ആയിട്ടുള്ള ഗെയിമാണെന്ന് അറിയോ? എനിക്കാണെങ്കിൽ മനസ്സിന് ഭയങ്കര പ്ലഷർ കിട്ടണ. ഗെയിം നിർത്തി. എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് കിട്ടണ ഈ ഗെയിം കളിക്കുമ്പോ. മെന്റലി ഭയങ്കര ഹാപ്പിനെസ്, സന്തോഷം കൊണ്ടുണ്ടല്ലോ എനിക്ക്. സന്തോഷം കൊണ്ട് ടെലിപോർട്ട്. എന്തൊരു പദം? താഴെ ടെലിപോർട്ട്. താഴെന്ന് പറഞ്ഞ അവൻ എവിടെയെങ്കിലും കൊണ്ടിടുവോ നമ്മള്? അതങ്ങനെയാണ് കൊണ്ടുപോവാ. ഞാൻ കൺട്രോൾ ചെയ്യണതല്ല. സൂപ്പർ. ഇത് ഞാൻ കൺട്രോൾ ചെയ്തതാ. അളിയോ അത് കൺട്രോൾ ചെയ്യണോ അളിയോ? അത് ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് തോന്നുന്നു നീ മുകളിൽ സ്പോൺ ആകുമ്പോൾ റൈറ്റിലോട്ട് പ്രസ് ചെയ്തേ. എനിക്കിപ്പോ മനസ്സിലായി അത് എങ്ങനെയാന്ന്. നിങ്ങക്ക് ആർക്കും ബുദ്ധി വന്നില്ല. ഞാൻ പറയാ, നിങ്ങക്ക് ബുദ്ധി വരാത്തൊരു കാര്യമുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് വയ്ക്കണേ. കണ്ട ഇതാ ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇപ്പൊ കൺട്രോൾ ചെയ്ത് കാണിച്ചു തരാം. ഈ ഗെയിം ഉണ്ടാക്കിയത് എനിക്ക് പറയാതിരിക്കാൻ വയ്യടാ. എനിക്ക് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാവളയാ? അവിടുന്ന് ഞാൻ അപ്പുറത്തോട്ടാണ് അല്ലേ? കണ്ട വേറെ റാസ്കലാ ഉണ്ടാക്കിയെന്ന്. സത്യം. എടാ ഇവന് വെയിറ്റ് എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഇവൻ അവൻ പോയി. ചേട്ടൻ മറന്നോ? എടാ അവൻ അത് നിനക്ക് വേണ്ടി നിക്കൂല. എടാ അവൻ മറന്നു, വീണ്ടും മറന്നു. ഇവൻ മറന്നു പോകും കേട്ടോ. മറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ചാടല്ലേ? ഇത് വരുമ്പോ എടാ അത് വരുമ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവൻ റൈറ്റിലോട്ടാ വരുന്നതെന്ന് ഓർമ്മയില്ലേ? റൈറ്റിലോട്ട് മൂവ് ചെയ്യും, റൈറ്റ് ചേർന്ന് പോയി. നീ പിന്നെ എന്തിനു പറയണേ? ഞാൻ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് എനിക്ക് ഡീകോഡ് ചെയ്യാൻ കുറച്ച് സമയം വേണം. ഓക്കെ കളിച്ചോ. ഇത് സൂപ്പർ. ഒരുപാട് ചിന്തിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇത്
എടാ എടാ അതുകൊണ്ട് എടാ ഇതിന് തന്തയില്ലാത്തവനാണടാ ഇത്. അവിടെ നിക്ക് ചാടിക്കോ. ഓക്കെ, ഞാൻ വെച്ച് വീണ്ടും അവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ എന്തോ വരും. അതെങ്ങനെയാണ് രക്ഷപ്പെട്ടെ? കാലുകൊണ്ട് അതെന്റെ ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്റെ. കറക്റ്റ് എന്ത് രസമായിട്ടാണ് ഞാൻ കളിച്ചെന്നറിയാം അവിടെ. കറക്റ്റ് കാലെ ഇതെന്തോ എനിക്ക് പണി വെച്ചേക്കുവാണേ. ഇതെനിക്ക് എന്തോ പണി വെച്ചേക്കുവാണേ. ഇതെന്തോ പണി വെച്ചേക്കുവാണേ. ചുമ്മാ ബെറ്റ് നോക്ക്, ഒന്ന് ബെറ്റ് നോക്ക്. ഇല്ലാട്ടാ സൂപ്പർ. ഇത് ലെവൽ അടുത്തെന്താ പണിയുണ്ടേ? അടുത്തോടെ ഫ്രണ്ടിലായിരിക്കും. ഇത് റിപ്പീറ്റ് ആണോ? എന്തോ പണിയുണ്ടേ? ഇവിടെ വരുന്നോടാ ഈ ടെലിപ്പോർട്ട്. ഓക്കെ, എടാ എത്ര ഷോ? 2 അത് എണ്ണിക്കോണേ. 3 4 5 6. അടുത്തില്ല ആണോ? ആ ഭയങ്കര ഈസിയാ. കേറി കളി. ഈ കസാരയിലോട്ട് നിന്റെ അച്ഛനെ കൂടെ കൊണ്ടിരുത്ത്. പുള്ളി ഈസി റിലാക്സ്. കഴിഞ്ഞ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കണ കണ്ടാറോളി കേട്ടാ. 3 നിക്കാൻ പറ്റില്ലടാ. അല്ല വീട്ടി റൈറ്റ് സൈഡില് പോയില്ലല്ലോ അവസാനം. കണ്ടോ? അല്ല, അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അനുവിനെ കൊണ്ടുപോകും. കണ്ടോ? റൈറ്റ് ഇതൂടെ കഴിഞ്ഞിട്ടാണ് അത് വരുന്നേ. നീ തന്നെയല്ലേ രണ്ടാമത്തെ റണ്ണി? 1 2 3 നേരത്തെ എത്രയായിരുന്നു കണക്ക് ഓർമ്മയുണ്ടോ? 4 5 6. ഈ 5 ആയിരുന്നു. 1 2 3 4 5 അങ്ങനെ ബ്രേക്ക് കിട്ടുന്നൊരു സാധനം അല്ല. 2 3 4 5 6. അല്ല അവിടെ അടി മെഴുകും, അവിടെ കൊണ്ടുവിടും ഇല്ലേ? കൊണ്ടുപോയാ നിന്നെ. ഇതെന്തോന്നടേ? ഇതെങ്ങനെ പോവും? എന്തായാലും ഒരു പ്രാവശ്യം വീണാലേ മനസ്സിലാകത്തുള്ളൂ. ഇത് ഒരു വട്ടം വീഴാതെ ഞാൻ ഇത് ഫിനിഷ് ചെയ്താലോ? ആ ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ ഒരു അണ്ടി മുമ്പ് ഞാൻ നേരെ ചാടാൻ പോണേ. അയ്യോ അളിയാ, നീ ഒരു അണ്ടി മുമ്പനായി പോടാ രഘുലേ. അളിയ ലൈവിൽ അറിയാതെ നീ അണ്ടി മുമ്പനായി പോടാ. അയ്യോ സോറി അറിയാതെ പറ്റിപ്പോയതാ രഘുലേ. നന്നായിട്ട് രണ്ടാമത്തെ ചാടി നോക്ക്. എടാ ഒന്നാമത്തെ ചാടല് പണി. ഞാൻ പറയട്ടെ, ഇതിവിടെ വരണം, മനസ്സിലായോ? സൂപ്പർ. അത് അതിൽ തന്നെ അതിബുദ്ധി അല്ലായിരുന്നു. അത് ഇവിടെ തന്നെ അതിബുദ്ധിയാമാറല്ലേ അവൻ നമ്മളെക്കാളും. അതിൽ തന്നെയാണ് ചാടുന്നത് കേട്ടാ. കണ്ടാ ഈ പട്ടി പിന്നെയും വരും. അവൻ മറ്റൊരു ലെഫ്റ്റിലായിരിക്കും ചാടും കേട്ടാ. ഈളെ ഓർമ്മയുണ്ടല്ലോ എങ്ങനെയൊക്കെ പോയെന്ന്? ഇല്ല. റൈറ്റ് ചാടണ്ട. ഇത് റൈറ്റ് ഇത് ലെഫ്റ്റിലാടണ്ട. ഇത് റൈറ്റ്, ഒരു ലെഫ്റ്റ്. അതിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പോകണുണ്ടോ? മറ്റേ ഇത് ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ലെഫ്റ്റാ. അതന്നെ ലെഫ്റ്റ് ആയിരുന്നു. അത് ലെഫ്റ്റ് ആയിരുന്നു. എല്ലാം പഠിച്ചിട്ട് ലെഫ്റ്റ് മണിക്കുട്ടി ആരാണ്? മണിക്കുട്ടി വിശ്വസിക്കണം. ലെഫ്റ്റ് നേരെ ചാടിയാ മതിയാ. മതി. ദൈവമേ, അത് അല്ലെങ്കിലുണ്ടല്ലോ. അല്ലെങ്കിൽ നീ പറഞ്ഞു. എടാ എനിക്ക് എന്റെ ബ്രെയിൻ ഔട്ട് ആയടാ. തല പോയി. ബ്രെയിനിലെ കൂടി. എത്ര റണ്ണിൽ ഔട്ട് ആയടിയാ? തന്തയില്ലാത്തവനെ. ഇനി എങ്ങോട്ടാ? ലെഫ്റ്റ്. ഇനി
മറന്നു. ഇത് ലെഫ്റ്റ് 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 100%. ഈശ്വര തൂരിന്ന് തോന്നുന്നു. ഇല്ല ദൈവമേ സൂപ്പർ ആക്ടിങ് ബ്രോ. എനിക്ക് സിനിമയിൽ ഒരു അവസരം തരണേ. ഏതെങ്കിലും ഡയറക്ടറിനെ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് എനിക്ക് അഭിനയിക്കാൻ ഭയങ്കര നായകനായിട്ട് ചെറിയ വേഷം. പിക്ചറൊക്കെ അഭിനയിച്ച പോലെ എനിക്ക് അഭിനയിക്കണം. എന്നെ ഒന്ന് ആരത്തേലും ഒന്ന് അഭിനയം ഒന്ന് റെക്കമെൻഡ് ചെയ്യോ? അന്ന കഴിവറാവനെ. ഇത് ഈസിയാ. അത് സ്വിച്ച് ആണോ മേളിലിരിക്കുന്നത്? അല്ലല്ല അത് അതിന്റെ സാമാനം. കണ്ടതിലൊക്കെ പിടിച്ച് നോക്കരുത്. പെട്ടെന്ന് ഓടി ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായ? പെട്ടെന്ന് ഓടി ചെറുതായി പെട്ടെന്ന് അല്ലെ ചാടി ഓടണം. ചാടി അവിടെ ചാടി. ഇത് സാധനം വലുതാക്കണം. അതായത് ഇടിച്ച് തട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യണം? അവിടെ ചാടി പോണം. അങ്ങനെ ആ ഗ്യാപ്പിലും ചാടണം. ഏത് വലുതായിക്കൊണ്ടിരിക്കണ്. അതിന് മുമ്പ് ഓടി കയറണം. സാധനം വലുതാവുന്ന പൊന്നോ. അല്ലെ ഇത് ഭയങ്കര സീനാണല്ലോ. എന്തിനിപ്പോ നടന്നേ? ഇതെന്തുവാ? അവിടെ എവിടെ ചവിട്ടുന്നു? ഇതെന്തോന്ന് ഇതില്ലല്ലോ, വേ ഇല്ലല്ലോ. ഇൻവിസിബിൾ ഒക്കെ വരും. ഇൻവിസിബിൾ ഒക്കെ വരും. അത് ഇടയ്ക്ക് ഇൻവിസിബിൾ ഒക്കെ ഉണ്ടാവും. അതും നോക്കരുത്. ഇതെന്താ ഇങ്ങനെ? മേളത്ത് ചാടിയൊക്കെ മേളത്ത് ഉണ്ട് കേട്ടോ. ഓ ഇത് സൂപ്പർ അല്ലേ. ഇത് കംപ്ലീറ്റ് അല്ലേ ചാടാൻ ബുദ്ധി കളിച്ചല്ലേ. ഇത് സിമ്പിൾ അല്ലേ. ഓ ഇനി കേറാൻ പറ്റില്ല. അവിടെ ചെല്ലുമ്പോ വീണ്ടും കമ്പി. അയ്യോ അല്ലല്ല അങ്ങനല്ല, വലുതാവും അത്. തിരിച്ചു വരണം. അങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ചു. ഓ പ്രസ് ചെയ്ത് തിരിച്ചു വന്നിട്ട് മറ്റേ പ്രസ്സിൽ മറ്റേ സ്വിച്ചിൽ പിന്നെയും പ്രസ് ചെയ്യണം. അങ്ങനല്ല, ചേട്ടാ അവിടെ പോണ്ട. അല്ല സ്വിച്ച് പ്രസ് കളിയാ. സ്വിച്ച് പ്രസ് ഭയങ്കര ലീനായി. ചാടി അത് അങ്ങനെ പറ്റൂലടാ. അങ്ങനെ ഒരു കുളിര് വന്നെനിക്ക്. അവളെ സ്വെറ്റർ എടുത്താലോ? കുളിരൊക്കെ അങ്ങ് പോയി. മനഃപൂർവ്വം കുണ്ടിലൂടെ ആട് വന്നു. ഇതൊക്കെ എന്തൊരിതൊക്കെ അവളെയോ? ഇതൊരു ചത്തില്ല. നമ്മള് ഡെവലപ്മെന്റ് അടിച്ചിരുന്നുണ്ടാക്കിയതാണ്. എന്ത് ലെവലൊക്കെയാടാ അത്. ഞാൻ കാര്യം പറയട്ടെ, നിനക്ക് മോളിൽ കൂടെ ഓടിക്കൂടെ? അതാ എന്തിനാ അടി പോണേ? കഴിയാറായ നമ്മള് ഇത് നേരെ ഓടിക്കേറാം. സൂപ്പർ. ഞാനൊന്നും പറയണില്ല. നീ ഒന്ന് കളിച്ചോക്കണേ. അപ്പൊ ഇനി ഉണ്ടാവേ ഇനി ഇല്ലായിരുന്നടാ, നേരെ പോവാനായിരുന്നടാ. അറിയാ അത് നമ്മള് കണ്ടുപിടിക്കാനില്ല. ഇപ്പോഴല്ലേ നമ്മള് ഇത് ചെയ്ത്. ഓടിക്കോണേ. അയ്യോ
ഈകളെ just ആ ഇത് ഈസിയാണ്, ഇത് ഈസിയതാ. ചാടി പിടിച്ചാ മതി അളിയാ. അങ്ങനെ ചാടി പിടി. ചാടി പിടിച്ചോ, ഇത് ചാടി പിടിച്ചോ നീ. അളിയാ ചാടി ആ കഥ ഇഷ്ടമാണ്. ആ ഓ, അത് ഇതല്ലേ ടെലിപോർട്ടർ അല്ല കേട്ടോ. ഡോർ വരുന്നേ ശരി ഡോർ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ലെവൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കിളി പോണ ലെവലാണേ. കിളി പോകുന്ന ലെവലോ ഇതിൽ തന്നെ തീർക്കുവാണ് ഞാൻ. ഒറ്റ സ്ഥലത്തിൽ നിൽക്കണേ. അളിയാ കംപ്ലീറ്റ് അളിയാ. ഏത് അളിയാ ഞാൻ പറഞ്ഞത് കിളി പോകും. അളിയാ ഇത് കണ്ടുപിടിച്ചതായിരുന്നു ഈ ഗെയിം. ഈസി അളിയാ, ഈസി അളിയാ, ഈസി. എടാ അത് പോകുന്നതിന് മുന്നേ താഴത്ത് നീ ഓ അങ്ങനെ ആ അറിയാ തോന്നുന്നു. എടാ അതിപ്പോ പോകാൻ പറ്റൂല. അതിപ്പോ പോകുന്ന എന്റെ മാമനൊന്ന് നിക്കാൻ പറ. അതാ നിക്കാൻ പറ, നിക്കാൻ പറ. നമ്പർ അളിയാ. എന്റെ കുഞ്ഞമ്മ അത്. പാവത്തിനെ അത്ര ഓടിച്ചിട്ട് കൊന്ന്. എടാ നീയൊക്കെ പുഴുത്തു പോകാ നീയൊക്കെ. ജമ്പ് ജമ്പ് ചെയ്തോട്. ഞാൻ നടക്കണ പിന്നെ ജമ്പ് ജമ്പ് ചെയ്തു. രണ്ടുപേരെ വീടാൻ തോന്നുന്നു. അതിപ്പോ തീരും. ഓട് 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 ആ ഓടി വന്ന് ചട്ട. എടാ അതീ കേറാൻ പാടില്ലടാ. എനിക്ക് ചാടണ്ടായിരുന്നു. ചാടാതെ ഓടി ചാടാതെ ഓടി. ഇത് ഡിലേ ആയി. ചേട്ടാ ചാടണ്ട രണ്ടുപേരെ സ്പീഡാ. രണ്ടുപേരെ സ്പീഡാന്ന് തോന്നുന്നു. സൗണ്ട് ഇട്ടില്ല. എടാ, ഇത് ആരുടെ എനിക്കുണ്ടില്ലേ ഈ കളി? ഹ്യൂമൻ ഇത് ക്ഷമ കളയാൻ വേണ്ടി ഇങ്ങനെ ഓടിക്കുന്നുണ്ടാ. നമ്മൾ ലാസ്റ്റ് ഭ്രാന്തെടുത്ത് ചെയ്യും എന്തേലും. അത് എവിടെയായിരുന്നു? നീ മറ്റേ മോണിറ്ററിൽ വരയിട്ട് കേട്ടോ. അവിടെ എവിടെയാണോ? ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. മോണിറ്ററിൽ അവിടെ വേറെ മോണിറ്ററിൽ എന്തെങ്കിലും കുത്തി വെക്കട്ടെ. ഒരു സെക്കൻഡ്. ആ പൊട്ടോ സിന്ദൂരോ എന്തേലും എടുത്ത് ചെയ്യും. മൗസ് വെച്ചാൽ മതി. മൗസ് അവിടെ വെച്ചാൽ മതി. മൗസ് അവിടെ വെച്ചാൽ മതി. മൗസ് എന്തിനു ബുദ്ധിയാണോ നിങ്ങൾക്കൊക്കെ? എന്തിനു ബുദ്ധിയാണോ? അളിയ രഘുല് നോക്കിയാണേ ഇത് അനങ്ങും കേട്ടോ. ഇനി രഘുല് അതിനി അനങ്ങണം. രഘുല് ഞാൻ സത്യമായിട്ട് പൊട്ടെടുക്കാൻ പോയാണ് അവളുടെ. സിന്ദൂരൊക്കെ തേച്ച് കൊടുക്കുന്നു. എന്തിനു ബുദ്ധിയാണ് രഘുല് നിനക്ക്? ഇവിടെ തൊക്കി ചാർന്ന അത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചി കേട്ടോ. മൗസ് 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 അല്ല പിന്നെ ഓടി വന്നത് നീ അങ്ങോട്ട് ചാടാനായിരുന്നു. എടാ അത് പോണ അണ്ണാ. നമുക്ക് എത്തി കേട്ടോ. അഭിഷേക വെൽക്കണ്ട സ്ട്രീമാടാ മോനെ. ചാടാൻ മറന്നു പോലെ. എന്തിനാ അവിടെ ഒരു ആരോ വെച്ചേക്കുന്നത്? ഇത് നേരെ താഴ്ത്തി നേരത്തെ സത്യം. ചുമ്മാ സൈഡില് അതായത് കംപ്ലീറ്റ് ഈസി. അവിടെ കൂടെ ഓക്കെ. സോ ഈസി ഗെയിം. ഈസിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അളിയ ഡോർ പോയി. ഇപ്പൊ നമ്മളെ ഡോർ കണ്ട. ഇത് കണ്ട തന്തയില്ലാത്തവരെ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നീ? ഞാൻ നോക്കുമ്പോഴല്ലേ മനുഷ്യരാ നീങ്ങുന്നത് പറഞ്ഞ് കൊടുത്തല്ലേ. ചാടാൻ പറ്റുമോ? ആ പറ്റും. എന്തിന് സാധനമാണോ ഇത്? 4 ലെവലോടെ ഉള്ള തീരാ മോളെ. 5 ലെവല്. അളിയ ഇതെന്ത് എനിക്ക് മനസ്സിലായി. എനിക്ക് എന്താ മനസ്സിലായി തിരിച്ചു ചാടാൻ. വരണതല്ലേ തിരിച്ചത്? മണി കത്തിച്ച് എടാ സ്പീഡിൽ പോകും കേട്ടാ. സൂക്ഷിച്ചോണേ. സ്പീഡ് കൂടിയതാണേ. ലെവല് കംപ്ലീറ്റ് ആയിട്ടാ. ഇത് ഓരോ സ്റ്റേജാ.
അയ്യോ ഇത് നേരെ ഓടണമായിരിക്കും കേട്ടോ ചാടി സാധനം ചാടി ഇറങ്ങി ഒറ്റ ഓട്ടോ കുട്ടിയും പൊക്കി ചാടിക്കോ ചാടിക്കോ ഇല്ലടാ ഇത് ചാടുന്നില്ലേ അപ്പൊ ഇതിലൊരു ആ ഓട് ഓട് ഇല്ല അതും തിരിച്ച് അങ്ങനെ തന്നെ മനസ്സിലായ വേറെന്തോ അളിയ ഇതെന്താ എടാ നീ റൈറ്റിലോട്ട് ചാടി ലെഫ്റ്റിലോട്ട് ചാടി ലെഫ്റ്റിലോട്ട് അവിടെ നിൽക്കി എവിടെ നിൽക്കാ? അത് ചെറുതാ ഏറ്റവും ലെഫ്റ്റ് ഏട്ടാ ഏറ്റവും ലെഫ്റ്റ് വരെ വരൂല ഏറ്റവും ലെഫ്റ്റ് വരെ ഏറ്റവും എന്റെ വരെ പോകത്തില്ല ഏട്ടാ ഇവിടെ വരെ വരൂല നിന്നാ മതി കേട്ടാ ആ ഏറ്റവും എന്റെ നീ ആ എല്ലാവരും ഇപ്പൊ പൊങ്ങി വരും കേട്ടോ എനിക്ക് തോന്നിയത് കൊതം കുത്തി കീറിയ ഇപ്പൊ ഇതില് ചത്ത് ഇവിടെ ആയിരുന്നു അത് ഓർമ്മ എൻഡിൽ വരെ പോയി നിക്കണേ എന്റെ നോക്കിയേ ഞാൻ അറിഞ്ഞിട്ടും ചാടി നീ കളിച്ചതല്ലേ എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് പറ്റണേ തിരിച്ചു വരാൻ പറ്റില്ല അതിനും എന്നൊക്കെ വന്നാണോ അപ്പൊ ജസ്റ്റിന് പോയേ ജസ്റ്റിനാണ് പോയത് എടാ എടാ അല്ല ഞാൻ വരും അവിടെ വരുമെന്ന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു അത് ബ്രെയിൻഡിലെ നിന്റെ മൗസ് പോയിന്റ് അവിടെ തന്നെ ഇരിക്കണേ കറക്റ്റ് സ്ഥലത്തായിരിക്കുന്നത് അവിടെ ഞാൻ എന്തോ ചെയ്യണ്ടേ അവിടെ നിന്ന് സ്റ്റോപ്പ് നിന്നിട്ട് ചാടുന്നു പോകുന്നോട്ടെ അങ്ങോട്ട് പോയി ചാടങ്ങോട്ട് അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചേ അത് എന്നോട് പറയണ്ടേ അതല്ല നമ്മൾ പറഞ്ഞേ എന്തുകൊണ്ട് അടി കൂടെ പോക്കൂടാ എന്തുകൊണ്ട് നേരെ പോകൂടാ ഓ അവിടുന്ന് ചാടിയതേ വഴിയേട്ടാ അധികം ബുദ്ധി ഇതിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല അതെ മനസ്സിലായ ബ്രെയിനുള്ളവര് കളിച്ച പ്രശ്ന ചാടിക്കൂ അപ്പൊ അതിനകത്ത് ഞാൻ ബ്രെയിനില്ലാത്ത ബുദ്ധി ഇല്ലാത്ത ഞാനും ഇരുന്ന് ഇങ്ങനെ സ്ട്രീം ചെയ്യണം 10,000 പേര് ഇതും കണ്ടിരിക്കണം അതിലുമൊക്കെ എടാ ഇത് സൂപ്പർ ഇപ്പൊ മനസ്സിലായോ അവിടെ നിന്ന് നേരെ ചാടുക കണ്ട അളിയ ചാടിട്ട് ലെഫ്റ്റ് വരണം മനസ്സിലായോ ഈസി മേളി വരുവേ തിരിച്ചോടണം പോയി മണി വെട്ടാൻ നിൽക്കുവോ ഈകളെ വിടുന്നില്ലല്ലോ അമ്മമാര് അവൻ വെട്ടി എറിയാൻ വരുവോ കേട്ടോ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് ഇവിടെ വരും അല്ല പിന്നെ നമ്മളെ ഏകദേശം ഫിനാലിലേക്ക് കിടക്കാണ് ടെൻഷനാണ് എനിക്ക് എന്നെ ടെൻഷൻ ആക്കരുത് കുറച്ച് പാടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല ഇതെന്താണ് പിടുത്തമില്ല ആദ്യം മേളിൽ കയറി പോകാൻ പറ്റുന്ന സാധനം കേട്ടോ പെട്ടെന്ന് സാധനം അല്ലത് നമ്മളെന്മാര് ഫേക്ക് കളിയാ അതിന്റെ മുകളിൽ കേറാൻ മേളിൽ കയറാം അത് ഒന്നുകൂടെ വരട്ടെ നമുക്ക് ഒരുമിച്ച് അതിനകത്ത് കയറി പോവാം ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാം ആ നേരെ മേളിലുള്ള ഹോളിൽ പോ അവിടെ ഒരു സംഭവം അതിൽ നിന്ന് കയറി പോയാൽ മതി ഏത് സൂപ്പർമാൻ അളിയാ തീരാറാവണേ ഇത് ഈസി അല്ലേ തുടങ്ങുന്നു വല വിട്ടു പോവോ ഈസി ഒന്ന് ഇതോടെ കളി നിർത്തുവാ എല്ലാം ശരിയായി കേട്ടോ എങ്ങനെയോ ശരിയായില്ല ഇൻവിസിബിൾ ആവോ നമ്മള് ഫൈനൽ ബോസിലേക്ക് അടുക്കുവാണേ അതെന്ത് എന്റെ ടൈമിംഗ് കറക്റ്റായി അതാ ലെഫ്റ്റ് സൈഡ് അളിയാ എടാ പൊലയാടി ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത് ഇത് ലെഫ്റ്റ് പോകാൻ പറ്റത്തില്ല ചേട്ടാ ചേട്ടനാ ടെലിപ്പോർട്ടർ തോന്നില്ലേ അല്ലേ അളിയാ ലെഫ്റ്റ് സൈഡ് പോയി ആ സ്വിച്ച് ഒക്കെ എന്തോ പ്രസ് ചെയ്യണമെന്നല്ലേ ലെഫ്റ്റിലോട്ട് പോകത്തില്ല ഇൻവേർട്ടാണോ ആ റൈറ്റ് ഞെക്കിട്ട് ലെഫ്റ്റ് ഞെക്കിട്ട് ഒരിടത്തോട്ട് ചാടുന്നത് ഞാൻ പറഞ്ഞുതരാം അപ്പൊ നേരത്തെ ഈ സ്പേസ് അടിച്ച് ചാടി പോയല്ലേ അതേപോലെ ചാടി പോയി ആ സ്വിച്ച് പ്രസ് ചെയ്യണം മനസ്സിലായ
എടേ മേളില് പോ റൈറ്റ് ബട്ടൺ വന്നടാ അവിടെ. തന്നെ 3 ഫാറ്റ് ആയിട്ട് എടാ റൈറ്റില് താഴെ ഒരു ബട്ടൺ വന്നത് കണ്ടില്ലേ? അത്രയും മോളിൽ പോണ്ട, അത്രയും മോളിൽ പോണ്ട, അടിയിൽ അടിയിൽ അടിയിൽ. മേളിലെ സ്വിച്ച് മേളിലെ സ്വിച്ച് ഇതിന്റെ മേലുള്ളതാണ് സ്വിച്ച് കേട്ടോ. അടുത്തൊരു മുകളിലാണ്, ശ്രദ്ധിച്ചോടെ. മറന്നു പോകും കണ്ടോ, മേലിൽ കൂടെ പറന്നു പോകും. അത് കുഴപ്പമില്ല, ഡേറ്റ് ആയിട്ട് മേലെ തന്നെ വന്നോളൂ. ലെഫ്റ്റ് വർക്കാവുന്നില്ല, ലെഫ്റ്റ് എ വർക്കാവുന്നില്ല, എ ബട്ടൺ. ഞാൻ അടിക്കുകയാണ് രഘുലേ. ഇവിടുന്ന് കുറച്ച് മേളിലോട്ട് പോവല്ലേ? മേലോട്ട് വരുന്നു, എന്തായാലും മേലോട്ട് വരുന്നു. അത് ചുമ്മാ അത് ഇതേപോലെ ചാത്തയിൽ ചെയ്താൽ മതി. സൂപ്പർ അളിയാ, സൂപ്പർ അളിയാ. ഈസിയാ, ഈസി. സെയിം 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 സ്പേസ്. നല്ല മേളമാവുള്ള. എടാ അത് ചെറുതായി. പെട്ടെന്ന് സൂപ്പർ. പേടിക്കണ്ട പേടിക്കണ്ട അളിയാ, ഈസി ഈസി ഈസി. അളിയാ സ്ലോ ആയി. ചെറുതാക്കുന്നുണ്ട് തെണ്ടികള്. ഈകള് ചെറുതായിട്ട് ചാടി. പെട്ടെന്ന് അളിയാ, ഈസി ഈസി. എടാ കൂടുതൽ ചാടല് മുകളിൽ തല കിട്ടും. അയ്യോ ഇത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. ഈകള് റീച്ച് ആയെന്ന് പറഞ്ഞിട്ടേ വിട്ട് കേട്ടാ സ്പേസ്. സത്യം. എടാ ബ്രെയിൻഡായി. ബലൂൺ ബ്ലാസ്റ്റ് ആവുന്ന പോലെ ഇരിക്കുന്നല്ലേ? എടാ ബട്ടണിലാണ് തൊടേണ്ടത്, സൈഡിലല്ല. ഓക്കെ, എനിക്കറിയാം അതിനകത്താണ് കേരളം, അത് മൂവ് ചെയ്യും. സൂപ്പർ അളിയാ, ഈസി. എന്ത് സ്റ്റേബിൾ അളിയാ. സേമേ സേമേ ഈസി. ഇനി ഡിസ്കോള് സൗണ്ട് നേരത്തെ വരുന്നത്. അത് ഇറങ്ങിട്ട് കയറി, ഇറങ്ങിട്ട് കയറി ലൈവ്, ഇറങ്ങിട്ട് കയറി. എനിക്ക് ഇടയ്ക്ക് വരാറ്. സ്വിച്ച് പ്രോസസ് സ്വിച്ച്. ഇതപ്പുറത്തെത്തിയ എടാ താഴോട്ട് പോ. ഇതൊക്കെ അതേതാ സ്വിച്ച്? ഇവിടാണേ, ഇവിടാണേ സ്വിച്ച്. അടിയില് അടിയില് സൂപ്പർ. അടിയില് സ്വിച്ച്. അവിടെ എടാ എടാ കൊളയട്ട പട്ടി, ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ഇതിങ്ങനെ മറ്റേ പട്ടിയുടെ തൊടല് വലിക്കുന്ന പോലെ പോകുന്ന ഡയറക്ഷനിൽ ഇങ്ങനെ വലിച്ചോണ്ട് പോകാൻ പറ്റത്തില്ല. ഇതിനൊരു പാടുണ്ട്, അത് ഞാൻ പറഞ്ഞ കൂടി പോയി. താഴെ താഴെ. ഓക്കെ, ഈ സ്വിച്ച് മാറുന്നു തോന്നുന്നു കേട്ടോ. മേലുള്ള സ്വിച്ച് മാറി മിഡിൽ വരെ നോക്കട്ടെ. ഇനി അടിയിൽ വരെ, അത് സ്വിച്ച് മാറി അടിയിൽ വരെ ചിലപ്പോ നോക്കട്ടെ. ഇല്ല 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 കൂടുതൽ പ്രൊഡിക്ട് ചെയ്യില്ലെന്ന്. ഇതൊക്കെ എന്താണ് പറഞ്ഞേ, കൂടുതൽ പ്രൊഡിക്ട് ചെയ്യല് എനിക്ക് തോന്നുന്ന കണക്ക് വരും. ഗ്രാവിറ്റി 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 മേളിൽ പോയി ഇടിക്കാൻ തോന്നുന്നു. ഓ ഇത് സിക്സ് ആക്ക്. അടിപൊളി. ഇപ്പൊ അടിച്ചോ, ഇപ്പൊ അടിച്ചോ. അടിച്ചോ അടിച്ചോ. തല ഇറങ്ങും കേട്ടോ. ഓക്കെ, അവൻ തേച്ചതാണ് കേട്ടോ. കളി കളിച്ചളിയാ അത്. ഇനി അവൻ കളിക്കും കേട്ടാ, ഇനി അവൻ കളിക്കുവേ. ഒന്നും കളിക്കുകയല്ല, അതെ നമ്മളവിടെ എത്തിക്കഴിഞ്ഞ്. 15K votes. Thank you so much for the 2.79 bro.
ഫാസ്റ്റസ്റ്റ് വർക്ക് ബോയ്. താങ്ക് യു. ശുഭം ബ്രോ. അതെന്നടിയാ സൈഡ് ചെയ്ത് അവിടെ പോയി. അവിടെ അവിടെ നിന്ന് കേട്ടോ ലാസ്റ്റ് അവിടെ നിന്നാ മതി. അവിടെ നിന്നാ ഡോർ വരുന്നുണ്ട് മേളിൽ, മനസ്സിലായ? ഗ്രാവിറ്റി ആണ്. ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ച സാധനമല്ലേ ഗ്രാവിറ്റി? അല്ലേ? അതല്ലേ ഗ്രാവിറ്റി? അറിഞ്ഞെങ്കിൽ നമ്മള് പറയായിരുന്നല്ലേ യെസ് ഇങ്ങനെ. അതുകൊണ്ടല്ലേ നിനക്ക് അറിഞ്ഞൂടാ ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചത്? എടാ നീ എങ്ങനെയാടാ ദുബായിൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യണേ? എഞ്ചിനീയറാ കൈവച്ച് നിക്കണേ പോവാന്ന് പറഞ്ഞ അങ്ങോട്ട് നേരെ നടന്നു പോയാ മതിയോ? ഓപ്പോസിറ്റ് ടീം നടക്കണം. അപ്പൊ നേരത്തെ മനസ്സിലായില്ലായിരുന്നു. ഇല്ല അല്ലെ അത് നിന്നിട്ട് സ്ലൈഡ് അടിച്ച് പോണം, മനസ്സിലായ? ഇല്ല ഓപ്പോസിറ്റ് വന്നില്ല. ലാസ്റ്റ് ലെവൽ വരെ പോയാട്ടോ, പക്ഷെ ആദ്യം മുതൽ പറ്റുന്നില്ലെന്ന്. ടൈമിങ് എങ്ങനെയാ ക്യാരക്ടർ കാണുന്നില്ല. എന്തിയെ വീട്ടില് അതെ സ്പേസ് അടിച്ച് 6 ആക്കാട്ടാവണം, മനസ്സിലായ? ആണോ? ഇപ്പൊ 6 ആക്ക. ഇപ്പൊ റൈറ്റ് സൈഡ് സ്വിച്ച് ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ സ്വിച്ച് ഉണ്ട്. ഓ അവിടെ പോണല്ലേ? സൂപ്പർ. എടാ ഇതെന്താ ഇങ്ങനെ പോണേ? ഇപ്പൊ അടിച്ചോ. വെയിറ്റാണ്. എടാ ഇത് പറന്നു പോവാങ്ങ്. അടിച്ചോണ്ടല്ലേ പറന്നു പോന്നേ. എടാ ഞാൻ സ്പേസ് ഞെക്കാതെ ഡി മാത്രം ഞെക്കി കാണിക്കാവേ. കണ്ടോ ഇങ്ങനെ ഞാൻ സ്പേസ് ഞെക്കി കാണിക്കാവേ. കണ്ട ഇനി അല്ലാതെ കാണിക്കാവേ. ഇനി അല്ലാതെ കാണിക്കാവേ. നീ ലെഫ്റ്റിലോട്ട് പോയി. എടാ ലെഫ്റ്റ് ഇത് റൈറ്റ്. ഞാൻ എത്തി. മേലോട്ടങ്ങ് പോവാ. അതന്നെയാ മേളിലുള്ളതിൽ പിടിച്ചിട്ട് അവിടെ നിന്ന് സ്പേസ് അടിച്ച് ആ സ്വിച്ച് പ്രസ് ചെയ്യണം, മനസ്സിലായ? മേളിലുള്ളത് പിടിച്ച് എടാ നീ ലെഫ്റ്റിൽ കൂടെ പോടാ. ലെഫ്റ്റില് പോയിട്ട് അങ്ങനെ. സൂപ്പർ അല്ലേ? ഇല്ല ഞാൻ പറയാം അളിയ റൈറ്റ് പോയി, നേരത്തെ പോയതുപോലെ റൈറ്റ് പോ. റൈറ്റ് നിക്ക് വെയിറ്റ് ചെയ്യണേ. ഇപ്പൊ നേരെ മേളിലൊരു കല്ല് കാണുന്നില്ല, അവിടെ പിടിച്ചിട്ട്. അവിടെ പിടിക്കാൻ പറ്റത്തില്ലടാ അളിയ. ആ എഡ്ജില് പോയിട്ട് ചാട്. ആ എഡ്ജില് പോയിട്ട് ഓടി ചാട്. ചാടി അളിയ. ചാടി സ്വിച്ച് പ്രസ് ചെയ്യണം. ഓടി ചാട്. എടാ ഓടിച്ചാടടാ. ഓക്കെ അളിയ ഞാൻ പറഞ്ഞ ഈകളെ ഒന്ന് പറഞ്ഞ അളിയ സ്പേസ് അടിച്ചില്ലെങ്കിൽ ഒരു സീനില്ല, ഓടി പോയി ചാടിയാൽ അവിടെ പോകും, മനസ്സിലായ? ഈ ചാടണമെങ്കിൽ സ്പേസ് അടിക്കണ്ട്. സ്പേസ് റൊട്ടേറ്റ് ചെയ്യാൻ തന്നെ സ്പേസ് ഈസി. ഇപ്പൊ അടിച്ചോ. ഓടി പോയിട്ട് സ്പേസ് അടി. ഓടി ലെഫ്റ്റ് സൈഡ്. അല്ലെ ചാടില്ലേ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. സ്പേസ് അടിക്കാൻ പറഞ്ഞിട്ട് ചാടല്ലേ? എൻഡി പോയിട്ട് സ്പേസ് അടിച്ചാൽ തിരിച്ചു വരും. ഇനി എന്ത് ലെഫ്റ്റ് സൈഡ് പോയി ജമ്പ് ചെയ്ത് ഇങ്ങനെ നേരെ പോവാണ്. ഓടിയിട്ട് സ്പേസ് അടിയല്ലേ? നേരെ പോ. പ്രസ് ചെയ്ത് അങ്ങനെ ഓടി സ്പേസ് അടി. നേരത്തെ ചാടിയ നേരത്തെ നീ തന്നെയല്ലേ ചാടിയേ? എങ്ങനെയാണ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? എനിക്കൊന്നേ അതെ ഇത് താഴോട്ട് പോകുമ്പോഴേ അന്നേരം സ്പേസ് അടിച്ചു നോക്കാം. സ്പേസ് അടിക്കുമ്പോഴല്ലേ പൊങ്ങുന്നത്? എടാ സ്പേസ് അടിക്കുമ്പോ ഇതാ സംഭവിക്കണേ. ഇപ്പൊ ഇതെന്താ
മേലോട്ട് പോകണ്ട. അത് അപ്പൊ എന്താണെന്ന് വെച്ചാ ചിലപ്പോ ആ മിഡ് എയറിൽ ചെയ്യണം, അതായത് താഴോട്ട് വേണം. ഇവിടുന്ന് എടുത്ത് താഴോട്ട് പോകും, ഇവിടെ ചെയ്യണമെന്ന് താഴോട്ട് പോകും, നേരെ എന്ത് അങ്ങ് പോയിട്ട് താഴോട്ട് വീഴുമ്പോ ഇല്ല അങ്ങനെ പറ്റത്തില്ല. ഒരു സ്പേസ് ഞെക്കുമ്പോഴേ അത്ര മുകളിലോട്ട് ഒരു പോകും. സ്പേസ് ഞെക്കണ്ട, ഒരു സ്പേസ് ഞെക്കണ്ട കേട്ടോ. അതായത് ജസ്റ്റ് ഞെക്കി അങ്ങ് ഓട്, ഞെക്കി ഓടിയിട്ട് താഴോട്ട് പോകുമ്പോ സ്പേസ് ഞെക്കും. അത്ര അങ്ങനെ ആ സാർ അടിച്ചോണ്ട് പോയിട്ട് സ്പേസ് അടി അങ്ങനെ സൂപ്പർ അടിച്ചിട്ട് അതന്നെ സ്പേസ് ഈകള് കണ്ടല്ലോ. അടുത്ത സ്പേസ് ഇങ്ങോട്ട് താഴോട്ട് വരണം. സൂപ്പർ അളിയാ, സൂപ്പർ അളിയാ. ഏതാ അളിയാ സ്പേസ് താഴോട്ട് മതി. പോയിട്ട് സ്പേസ് അളിയാ പ്രസ് ചെയ്ത് ടെൻഷൻ ആക്കലടാ പ്ലീസ്. നാളെ ബ്രെയിൻ ഒരു കളയപ്പില്ല. ഇനി എന്ത് ചെയ്യണം? അളിയാ സ്പേസ് പ്രസ് ചെയ്ത് ആ സ്വിച്ചിൽ ചാടും. ക്യാരക്ടർ കാണുന്നില്ല. അതുപോലെ തിരിച്ചു ചെയ്യണം കേട്ടോ. ലെഫ്റ്റ് ആണ് ക്യാരക്ടർ. മേളിലിരിക്കുന്ന ടോപ്പിൽ അതാണ് സ്പേസ് പ്രസ് ചെയ്ത് അതിൽ പോണം. മനസ്സിലായി? ഏതില്? മറ്റേ ഇനി ഇവിടുന്ന് പറഞ്ഞല്ലോ ദൈവമേ. അയ്യോ ചെക്ക് പോയിന്റ് ഇല്ല കേട്ടാ. അപ്പൊ ഇതൊക്കെ മറന്നു പോകും, ഉറപ്പാ ഇത് മറന്നു പോയത്. ഒരുത്തൻ ചാറ്റിൽ അണ്ണാ ഡോർ മറന്നു റൈറ്റിലോട്ടൊന്ന് പോയി. ആ റൈറ്റ് ഡോർ വഴി നേരെ പോയി. ശരിയല്ലേ? അങ്ങനെയാണ് ഈ PC അടിച്ചങ്ങ് പൊട്ടിച്ചതാണ്. അതാണ് ഇത്രയും കളിച്ചുമ്പോണ്ടായിരുന്നു. അല്ലല്ല അല്ലടാ എവിടെയെങ്കിലും എത്തിയ പറ്റും. അങ്ങനെ പറ്റുമോ? ഞാൻ പറയാം. ഇല്ല പറ്റൂല, അങ്ങനെ പറ്റൂല. മിഡ് എയർ ചെയ്യാൻ പറ്റൂല. പറ്റത്തില്ല. അങ്ങനെ പറ്റത്തില്ല. അവൻ അത്ര മണ്ടനല്ലെന്ന് കേട്ടോ. കറക്റ്റ് മറന്നു പോകുന്നുണ്ട്, അത് പറഞ്ഞു കേട്ടോ കറക്റ്റ്. അതങ്ങനെ അതായത് താഴോട്ട് ചാടിയിട്ട് സ്പേസ് നിൽക്കും നേരത്തെ ഇതുപോലെ. ഓടി താഴെ പോകുമ്പോ സ്പേസ് നിൽക്കും. താഴോട്ട് പോട്ടെ, താഴോട്ട് വീട്ടാ. എന്റെ ബ്രെയിൻ വർക്ക് ആവുന്നില്ല. ജസ്റ്റ് ഏ മാത്രം ഞെക്കി താഴോട്ട് പോകുമ്പോ ഇനി വിടും. എത്ര വിട് ഒന്നുകൂടെ. വിടടാ പിടിച്ചോണ്ടിരിക്കണ്ട നീ. കരിങ്കല്ലെ കണ്ടെടുത്ത് വെച്ചേക്കാണ്. എന്റെ ബ്രെയിൻ വർക്ക് ആവണില്ലടാ. ശരത്തേട്ട എന്തായെന്തോ. അയ്യോ മ്യൂട്ട് ചെയ്തിട്ട് തന്തയ്ക്ക് വിളിക്കും അവിടെ. ഇനി എന്താ ചെയ്യട്ടെ? മ്യൂട്ട് അടിച്ചു. ഇനി റൈറ്റിലോട്ട് പോയിട്ട് ചാട്. റൈറ്റിലോട്ട് മുകളിലുള്ളത് പിടി. എടാ എന്നെ ആരെല്ലാം രക്ഷിക്കടാ ഇതിന്ന്. നമ്മളിങ്ങനെ അവിടെ കണക്ക് തന്നെ എഴുതി തുടങ്ങി. 41 എന്താ ചത്തന്റെ കണക്കാണോ? ായോ വന്ന് താഴ്ത്തു പോകണോ? ഇത് ഇവിടെ പോലും പോണില്ലടാ. ഒന്ന് ചില്ലായിട്ട് പെതുക്കി ചിന്തിച്ച് ഒന്ന് കുറച്ചു ചിന്തിക്കും. എന്നിട്ട് ആലോചിക്കും എവിടൊക്കെയാ ചെയ്യേണ്ടത്. ഇത് കറക്റ്റ്. അത്രേ ഉള്ളൂ. ഓക്കെ അങ്ങനെ സ്പേസ് അടി താഴെ. അത് എങ്ങനെയാ താഴെ വന്നു കേട്ടോ. റൈറ്റ് കട്ടയിൽ പോയി വീണേ. റൈറ്റ് സൈഡിലുള്ള മേളിൽ പിടിക്കണം. വലിയ ബോക്സിൽ പിടിക്കണം. റൈറ്റ് പറ്റിച്ച് കഴിവേറി. അതെന്താ ചാടിയില്ലടാ കറക്റ്റ് ആയിട്ട്. പൊങ്ങത്തില്ലേ? എടാ താഴോട്ട്. എടാ നിങ്ങൾ പറയണ പോലെ അത്രക്ക് എളുപ്പമല്ലടാ.
ഓക്കെ പ്രസ് ചെയ്ത് അങ്ങനെ ഓട്. ജോക്കിയുടെ വിവരമൊന്നുമില്ലല്ലോ. ഹേമന്ത് ഇല്ലില്ല നിർത്തിപ്പോയി പോയി. ലാപ്പിൽ കളിക്കാൻ വരാൻ തോന്നി നാളെ. ഈസി പോയി. മുകളിലോട്ട് അളിയാ സ്പേസ്. എടാ ഞാൻ ഇത് ലൈവ് കഴിഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കീരിയ നിന്നെ. എനിക്ക് പേഴ്സണൽ ആയിട്ട് കാര്യം പറയാൻ സംസാരിക്കുന്നുണ്ട് കുറച്ച് നേരം. കോപ്പിലെ ലൈവിന്റെ ഇടയിൽ ഇതൊക്കെ പറഞ്ഞത് എനിക്ക് പേഴ്സണൽ ആയിട്ട് നിന്നോട് സംസാരിക്കണ്ടേ? ഞാൻ ഒന്ന് വിളിക്കാം. അളിയ നേരെ കേറി. സ്പേസ് അടി, സ്പേസ് അടി. എടാ സ്പേസ് അടിക്കുമ്പോ മേലോ നീ ഒരു കാര്യം ചെയ്യ്. എഴുതി നിന്നിട്ട് സ്പേസ് അടിച്ചാ മതി. സ്പേസ് അടി, സ്പേസ് അടി. അങ്ങനെ സ്പേസ് അടി. വെയിറ്റ് നിക്ക് നിക്ക്. വെയിറ്റ് അങ്ങനെ അടിയിൽ ചാടി. ഇനി സ്പേസ് അടിച്ച് അടിയിൽ ചാടി. ഇനി നേരെ വലിയ ബോക്സിൽ പിടിക്കണം. ഇനി നേരെ ആ അടിയിൽ പിടിക്കണം. മനസ്സിലായി? ഇത് പോയ പിന്നീട് അടിയിൽ പിടിക്കണം. ഇത് പോവൂലേ? ഏതില് പിടിക്കണോന്ന്? അല്ലെ അടിയില് നമ്മള് വന്ന പ്ലേസ് ഉണ്ടല്ല. കേട്ടില്ല. ലെഫ്റ്റിലോട്ട് പോ. ബാബുന്റെ ബുദ്ധി. ഇനി ബാബു വേണേ ബാബുന്റെ ലെഫ്റ്റിലോട്ട് പോ. മേലോട്ട് ചാട്. ലെഫ്റ്റിലോട്ട് പോ. എന്നിട്ട് നല്ല ലെഫ്റ്റിലോട്ട് പോ. ലെഫ്റ്റിലോട്ട് തന്നെ പൊക്കോണ്ടിരി. വിടല്ലേ, കൈ വിടല്ലേ. ഇതുവരെ കഴിഞ്ഞില്ല. എനിക്ക് വേറെ കളി കിട്ടി, ഞാൻ ഇപ്പൊ വരാവേ. ശരി. ഈകളെ ബ്രോ, ഇത് ഗ്രാവിറ്റി മാറ്റാൻ പറ്റത്തില്ലേ? ഞാൻ കാര്യം പറയാം, ഗ്രാവിറ്റി മാറ്റാൻ പറ്റത്തില്ലേ? അപ്പൊ റൈറ്റിലോട്ട് തന്നെ പോയി ഗ്രാവിറ്റി മാറ്റിയാ പോരെ, മേലോട്ടാക്കിട്ട്. അതിന് മനസ്സിലല്ല. പറഞ്ഞോക്കി അത് നേരിട്ട് വാതിലോട്ട് പൊക്കൂടെ? ഗ്രാവിറ്റി മാറ്റി അങ്ങോട്ട് ഗ്രാവിറ്റി മാറ്റിട്ട് നേരെ വാതിൽ കൂടെ പോടാ, ഇപ്പുറത്തോട്ട് പോടാ. ഇനി ഗ്രാവിറ്റി ഇപ്പൊ ഇവിടെ നിന്നോണ്ട് ഗ്രാവിറ്റി മാറ്റി, ഇവിടെ നിന്നോണ്ട് ഗ്രാവിറ്റി മാറ്റി, ഗ്രാവിറ്റി മാറ്റി, ഇപ്പൊ ഗ്രാവിറ്റി മാറ്റിയേ. എന്താ നിങ്ങൾക്ക് എന്തോ പറയുന്നേ? ഒരാളായിട്ട് എല്ലാം കൂടെ പറഞ്ഞു ഞാൻ ബ്രെയിൻ എല്ലാം കൂടി ഊരി പോകും. ഡി പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു സ്പേസ്, നെക്സ്റ്റ് ഒരു സ്പേസ്, അങ്ങനെ ഗ്രാവിറ്റി കൺട്രോൾ ചെയ്തിട്ട് ആ ഡോറിൽ പോകണം. എടാ നീ അണ്ടിക്കണ്ണനാണ്. ഞാൻ സ്പേസിൽ ഞെക്കിയ നേരെ മേലോട്ട് ഇങ്ങനല്ല പോവുള്ളൂ. സ്പേസ് അടിക്കുമ്പോ വരൂല അടിയില്. ഇല്ല, അതെന്താ വരാത്ത? ജോക്കി വരുമല്ലോ. തിരിച്ചടി. എന്ത് വരൂല്ല. ഞാൻ ലൈവ് ആണോ നിന്റെ കാണുന്ന? എങ്ങനെ വരും? ഇപ്പൊ നീ തിരിച്ചില്ല ഉദ്ദേശിച്ചത്. ഇല്ല, അത് അവിടുന്ന് ചാടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ അങ്ങനെ അവിടെ തന്നെ നിക്കുള്ളൂ. ഓ മേളില് പോകുന്നല്ലേ? അപ്പൊ ആ സ്വിച്ച് അടിയാ. സ്വിച്ചിന് ഒരു ഓപ്ഷൻ. തീട്ടവേ പോടാ. അളിയാ നമ്മളൊരു ബാബുസിന്റെ ഇത് മറക്കരുത്. ഓടി ഓടി. സൂപ്പർ അളിയാ, സൂപ്പർ. അത്രേ ഉള്ളൂ എന്റെ മോനെ. ജോക്കി കംപ്ലീറ്റ് ആവും തോന്നുന്നു. ജോക്കിരോ ഇവിടെ സ്പേസ് നോക്കി ഇതായിട്ട് നോക്കി. അത്രേ ഉള്ളൂ. ഞാൻ ഇപ്പൊ ഗ്രാവിറ്റി ഓഫ് ആയില്ലേ? ഇനി ചാടി ചാടി പോവാൻ പറ്റുമോ? ഇല്ല ഇല്ല ജോക്കി, അങ്ങനെ പറ്റൂല ജോക്കി. ഞാൻ ഈ ലെവൽ എത്തിയില്ല. ഞാൻ അങ്ങ് നിർത്തി ഇടയ്ക്ക് വെച്ചിട്ട്. നന്നായി. ഞാൻ ആഹാരം കഴിക്കാൻ പോയി. നല്ല തീരുമാനം. എന്താ ജോക്കിരോ? എന്താ ഞാൻ ഇവിടെ എത്തി. ഇനി എന്ത് ചെയ്യണം? അളിയാ ഞാൻ പറഞ്ഞ അങ്ങനെ സ്പേസ് പ്രസ് ചെയ്ത് മറ്റേ അടിയിൽ വാ. നേരത്തെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നടന്നേ. ലെഫ്റ്റ്. താഴെ ചാവേ. അതെ ആവും. ജോക്കി ഒരു കള്ളനാ ജോക്കി. ജോക്കി ബ്രോ ഞാൻ ക്രാക്ക് ചെയ്യാൻ പോണേ. എത്ര ആയിട്ട് എന്താ എന്നെ പറഞ്ഞ ഞാൻ പറയാം. എനിക്കൊന്ന് ആ സാധനം വരുന്നതിന് മുമ്പ് ചാണ്ടായിരുന്നു കേട്ടോ. ആ സാധനം വരുന്നതിന് മുമ്പ് ഓടണം. വരുന്നതിന് മുന്നേ ചാടാൻ പറ്റും, സ്പേസ് കിട്ടും. ചാടി നോക്കാം. എന്തിനാടാ മൈര ഇനി സ്വിച്ച് പ്രസ് ചെയ്യുന്നേ? ജോക്കി അടുത്തത് വരണ്ടേ? ജോക്കി അടുത്ത് അതിൽ പിടിക്കണ വിട്ടുപോല്. അത്രേ ഉള്ളൂ. ഇതിനാ ആവശ്യമില്ലാത്ത ഓരോ
അളിയ 72. എടോ എങ്ങനെയൊന്നും പറയല്ലേ, കുറച്ച് കഴിഞ്ഞ് എനിക്കൊരു കോള് വരും. സിമ്പിൾ ആണ്. പിന്നെ സൂപ്പർ. ഓക്കെ ലെഫ്റ്റ് ചാടി ലെഫ്റ്റ്. ഓ ജസ്റ്റ് സെറ്റ് ഈസി. ഇത് പെട്ടെന്നൊരു മറ്റേ കട്ടിങ്. ഓ പെട്ടെന്ന് അളിയ സ്പീഡായിട്ട് പട്ടപ്പട്ട വന്ന് സ്പീഡായിട്ട് പട്ടപ്പട്ട. എടാ ഇവിടെ അല്ല സ്പീഡ്, മുകളില് മേളിലളിയ മേളില് സ്പീഡ്. ഇതിൽ സ്ലോ ആയിട്ട് പോയാൽ മതി. ഇതിന് പതുക്കെ നോക്കി പോയാ മതി. അപ്പൊ സ്പീഡ് പൊക്കോണേ. എടാ പോടോ. സ്പീഡ് ഇവൻ കരുതേറ്റ മേടിച്ച് എല്ലാം കൂടെ മിഫാവും കേട്ടാ. എടാ ഇനി 2 ലെവലൂടെ. ഏതാ ഇത് ഈസിയാ. ഇപ്പൊ തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയി. ഓക്കെ എടാ അതവിടെ വരും. അതവിടെ വരും. സൂപ്പർ. ഇതൊക്കെ എന്തോ നളിയ. ഇത് തന്നെ ഓടുവാ ഇപ്പൊ. അത് മറ്റേ ഇത് എസ്കലേറ്റർ പോലെ സ്ലൈഡ് ചെയ്യുന്ന കേട്ടാ. എസ്കലേറ്റർ പോലെ മൂവ്മെന്റ് കണ്ടുപിടിക്കണം കേട്ടാ. ഇതെങ്ങനെ ആ സ്പീഡിൽ അങ്ങനെ പോയി ചാട്. ആ സ്പീഡിൽ അങ്ങനെ ചാട്. ഏത് ഇതെന്തോ സൗണ്ട്. നോക്കിപ്പോ വരും. ചാട് ചാട് ആ സ്പീഡിൽ പോയി ചാട്. സൂപ്പർ കളി സൂപ്പർ നല്ല കളി നല്ല കളി. കളിയ നമ്മളെ പറ്റിച്ചളിയ നേരത്തെ നമ്മൾ ചാടി. താഴത്തെ പോയിന്റ് കറക്റ്റായിരുന്നു. താഴത്തെ മൗസ് പോയിന്റ് എടുത്ത് മാറ്റണ്ട, പിന്നെ വന്നാലോ. 2 പ്രാവശ്യം കാണാം. അത് തന്നെ. സൂപ്പർ. എടാടാ എന്നെ പോലെ ഗ്രാവിറ്റി ഇൻവിസിബിൾ ആയിരിക്കും മറ്റേ. ലെഫ്റ്റ് സൈഡില് വന്ന് അത് വരൂല. എൻജോയ് ചെയ്തു ഇങ്ങനെ ചാടിക്കോ. നമ്മള് മൂവി മിഡ് സ്ട്രൈഫ് ചെയ്യണം കേട്ടാ. ജസ്റ്റ് ഒന്ന് ചില്ല. മുമ്പേ പോണായിരുന്നു. മിഡ് ആയിരുന്നു തന്നെ സ്ട്രൈഫ് ചെയ്തതായി. അത് വന്നില്ലടാ. പിന്നീട് വന്നില്ലേ. ടൈമിംഗ് ഉണ്ട്. ചാട് നല്ലോണം ചാടാ. നല്ല പൊങ്ങി ചാർന്ന്. ഇനി മുകളിൽ പോയിട്ട് അത്രേ ഉള്ളൂ. ഇനി എന്താ അതുകൊണ്ട് വലിയ. എടാ റൈറ്റിലോട്ട് പോടാ. എടാ ഒന്ന് രഘുലെ നീ ഒന്ന് മിണ്ടാതിരിക്കോടാ കുറച്ചു നേരം. ടെൻഷനാക്കുവാ. ഇല്ല ഒന്നുകൂടെ വെയിറ്റ് ചെയ്യണം. ഓക്കെ എനിക്ക് മേളിൽ ചെല്ലുമ്പോ അത് ഉടായ്പ മാറുമായിരിക്കും കേട്ടാ. ഉടായ്പ മാറും തോന്നുന്നു. അത് പൊങ്ങിച്ചാർന്ന കേട്ടോ. അയ്യോ ഇത് എന്ത് ആ ട്രാപ്പ് പറഞ്ഞത് കേട്ടോ. അത് തന്നെ ഇതുപോലെ വേറൊരു സാധനം ഞാൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. വേണ്ട ഇതോടെ
കേട്ടോ ഈകളെ, ഗ്രാഫിക്സ് ഇല്ലെന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഗ്രാഫിക്സ് ഉള്ള വേറൊരു സാധനം തപ്പി വെച്ചിട്ടുണ്ട്, തരാം. കണ്ട ഇത് അടങ്ങി നിൽക്കൂല കണ്ട ഐറ്റം വരും. ഇല്ല പോകത്തില്ലത് മേളിലോട്ട്. ഇല്ല നിക്കാൻ പറ്റത്തില്ല, അത് നിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞുതരാം, അത് ചുരുങ്ങുമ്പോ ചാടിയാ നിക്കാൻ പറ്റും. ഇതെന്താ ഗെയിം പോയി സ്റ്റാർട്ട് ചെയ്യണം. മനസ്സിലായില്ലേ? അത് ചുരുങ്ങുമ്പോ പെട്ടെന്ന് വന്നു ചുരുങ്ങുമ്പോ പെട്ടെന്ന് ചാടണേ അതില്. എന്ത് ചുരുങ്ങുമ്പോ? ഞാൻ പറഞ്ഞു ഇതല്ല ഇത് ചുരുങ്ങുമല്ല, ഇത് ചുരുങ്ങുമ്പോ ചാടണം. ടൈമിങ് അത് തീരാ നേരത്തെ ചാടിയാ ചേട്ടാ, അത് തീരാ നേരം നടുക്ക് നിന്നാ മതി അതിന്റെ. മറന്നു ഇടയ്ക്കൊന്നും മറന്നു, പിന്നെ തിരിച്ച് ആലോചിച്ചെടുത്താ സത്യം. എടാ പോടാ, അത് വരുന്നില്ല. പറന്നിറങ്ങി. ഞാൻ പറഞ്ഞ അളിയ മറ്റാ വെട്ടുന്ന ഒരു സാധനം വരുമല്ലേ, ആ ടൈം നമ്മൾ ചാടുന്നു. വെട്ടുന്ന സാധനം ഡി അടിച്ച് ഓടിയാ മതി, മനസ്സിലായ? ഇതല്ല ചുരുങ്ങുമ്പോ തീർന്നില്ലല്ലോ പറഞ്ഞ പോലെ. സ്പീഡ് പറഞ്ഞു. എന്താന്നറിയോ സംഭവം? അത് ഞാൻ സർവയോ ഈസി. ഇനി ഇവിടെ തിരിച്ച് പുറകെ വരില്ല കേട്ടോ, നേരെ ഓടിക്കണേ, ചിലപ്പോ പുറകെ ആയിരിക്കും വരുന്നത്. അവര് വെയിറ്റ് ചെയ്ത ഇത് രണ്ടാമത്തെ സ്വിച്ച് പ്രസ് ചെയ്യണേ. അടിച്ചോണേ. എവിടെ ഓടിയാലും സ്പീഡായിട്ട് ഓടുന്നു. ഒന്നും പ്രസ് ചെയ്യല്ലേ. ഓക്കെ, ഈളൊന്നും മിണ്ടില്ല, അടഞ്ഞു. ലേറ്റായി തോന്നുന്നു കേട്ടോ, കുണ്ടി പോയി. രണ്ട് വെട്ടായിരുന്നു കുണ്ടിക്ക് ഇപ്പൊ. വളർന്നു പോയി. എടാടാ അടിച്ചോണേ. എങ്ങോട്ട് സൈഡ് ഓടണം. അടിച്ച് ഇപ്പൊ ഓടുന്ന പോലെ അത് പ്രസ് ചെയ്തിട്ട് അടിച്ചോടണം, മനസ്സിലായോ? സ്പേസ് ഒന്നും പ്രസ് ചെയ്യാൻ പാടില്ല ഓടുമ്പോ. പറഞ്ഞപ്പോ സ്പേസ് ആണേ. ഓക്കെ, എടാ അവിടെ ഉള്ളത് അറിയത്തില്ലേ? എടാ ഞാൻ സത്യമായിട്ടും കീരി നിന്നെ അടിക്കുന്നത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ അവിടെ വണ്ടി എടുത്തോന്ന് അടിക്കുന്നതിനെ തിരുവനന്തപുരത്ത് ഒരു സംശയവുമില്ല. ഞാൻ പറയട്ടാ, ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്യാതിരുന്നാലേ മതി. ഇല്ലടാ ഇല്ല, ഇത് കറക്റ്റ് ഇറങ്ങ. ഞാൻ അപ്പുറത്ത് എനിക്ക് മനസ്സിലായി. എനിക്ക് ഒന്ന് പ്രസ് ചെയ്യണ്ട, ഡിയും പ്രസ് ചെയ്യണ്ട. എടാ ഒന്നും പ്രസ് ചെയ്യണ്ട, ഒന്നും പ്രസ് ചെയ്യണ്ട. ഈകളെ വെട്ടോ അല്ലെ ഒന്നും പ്രസ് ചെയ്യണ്ട. അത് സ്വിച്ച് പ്രസ് ചെയ്തിട്ട് കൈയെടുക്ക്. എന്നാലേ പ്രസ് ചെയ്താലേ നടക്കുള്ളൂ. ഇത് എന്തേലും നടക്കൂടാ? ഇത് തീരാറായി. ഫൈനൽ ബോസിന്റെ അടുത്ത് എത്തി. ഇതെന്ത് അളിയ വെയിറ്റ് ചെറുതാവും തോന്നുന്നു. അവര് ചിലപ്പോ ചാവത്തില്ലായിരിക്കും, ചാടി നോക്കും എന്തായാലും. അതാണ് സ്വിച്ച്. റൈറ്റ് സൈഡ്
ഓ ചെറുതാ ഓ ചെറുതാവും റെഗുലർ സാധനം പോലെ. അളിയ സ്വിച്ച് ഫേക്ക് എടാ, ഒരു സ്വിച്ച് ഒരു ഫേക്ക് ചെയ്തോടാ അത്. റൈറ്റ് തന്നെ നിക്കണം, റൈറ്റ് പോയല്ലേ? ആ അങ്ങനെ നിന്നാ മതി. ഓക്കെ ആ വിട്ടു. Fucking go. സൂപ്പർ അളിയ, ഈസി. ഇത് നേരെ ചാടി. ചാടാൻ പറഞ്ഞ ഇത് അങ്ങോട്ട് അടുത്ത് പോയി അതിനടുത്ത് എടാ റൈറ്റ് ചാടാൻ പറ്റൂല അളിയ. അളിയ റൈറ്റ് പറ്റൂല. പറ്റൂല. കീരി നീ പിന്നെ ചാടുന്നേ. റെഗുലേ നീ പയ്യെ സംസാരിക്കേ. എന്റെ അമ്മൂമ്മ ചോദിച്ചു മനസ്സിലായേ, എനിക്ക് മനസ്സിലായേ. ഇത് ഈസിയാ. എടാ ആരും ഉണ്ടല്ലേ മനസ്സിലായി. ജോക്കിയൊക്കെ ഡിസ്ട്രാക്ട് ചെയ്യോ? ജോക്കി മിണ്ടല്ലേ ജോക്കി, ഡിസ്ട്രാക്ഷനാ ജോക്കി. പാട്ട് ഡിസ്ട്രാക്ഷൻ. ഇല്ലെങ്കിൽ ഈഗിളിന് മനസ്സിലായി. അളിയ ഒരു സ്ട്രാറ്റജി പറ നോക്കട്ടെ. അടുത്ത് നേരെ മേളിലെ കാരണം തിരിച്ച് മനസ്സിലായ. എടാ കുണ്ണേശ അതിന്റെ മോളിൽ കേറിയിട്ട് ചാട്. ചാട്. എടാ മരമൊണ്ണെ ഇപ്പുറത്ത് ചാട്. ജോക്കി ടെൻഷൻ ആകരുത് ഇപ്പൊ പോവും. അടിച്ചു പൊട്ടിക്കോ ജോക്കി. ട്രിഗറാക്കി എല്ലാം പൊട്ടിക്കും. ഈ ലാസ്റ്റ് കാടി ചാടാൻ പറ്റൂല. പറ്റും. അവിടെ നിക്ക്. അത്രേ ഉള്ളൂ. ഇനി ഇങ്ങോട്ട്. ഇനി ചാടി ഡി അടിക്കണേ. എടാ അടുത്ത് വരട്ടടാ, അത് അടുത്ത് വരട്ടത്. അതേ സ്പേസ്. എടാ ഗണപതി അമ്പലത്തിൽ തേങ്ങ ഉടക്കുന്ന കണക്ക് ഇങ്ങനെ താഴെ വീടായിരിക്കാവോ? അത് നല്ലൊരു തമാശയല്ലായിരുന്നു, ചിരിക്കാൻ. ഞാൻ സൂപ്പർ. നീല ചിരിക്കുന്നു വിചാരിച്ചു. ലെഫ്റ്റിലെ നല്ലത് വരുമോ? അളിയ വന്നു. തീർന്ന കംപ്ലീറ്റ്. അളിയ അടിച്ച് അളിയ ഒരെണ്ണോടെ കേട്ടോ, ഫൈനൽ ബോസിന് മുമ്പ് ഒരെണ്ണോടെ. ഇത് നേരെ അടിക്കണം. അതൊരു കുരിശാ. നീ തിരിച്ചു മോളോട്ട് പോയ സൈഡിലോട്ട് റൈറ്റ് സൈഡ് പോ, റൈറ്റ് സൈഡ് ഫുൾ റൈറ്റ് സൈഡ് പോ, ഫുൾ റൈറ്റ് സൈഡ് പോ, ഫുൾ പോ. കൊല്ലിക്കാൻ കൊണ്ടോ കേട്ടോ. കണ്ടാ എന്റെ നീ എളുപ്പത്തിൽ നിർത്തിട്ട് പോകണ്ടോന്ന്. ലെഫ്റ്റോട്ടോ അവിടെ ബെയിറ്റ് ചെയ്തിട്ട് ലെഫ്റ്റോട്ടോ. ബെയിറ്റ് ചെയ്തിട്ട് ലെഫ്റ്റോട്ടോ. അല്ല പിന്നെ വീണ്ടും ഒരു ബെയിറ്റ് വരുമോ എന്നൊരു ഡൗട്ട്. ലെറ്റ്സ് ഗോ. എടാടാ സെയിം കളി. സിമ്പിൾ ആയിട്ട് തീർക്കാം. സിമ്പിൾ ആട്ടാ. എത്ര ട്രയല്? അമ്പലക്കട്ട. എന്ത് ഡോജിങ് തിരിഞ്ഞടക്ക്. എളുപ്പമാണോ ഇത്? ഇത് ചാവത്തില്ല. ലാസ്റ്റ് എളുപ്പമാക്കി. ഇത് എളുപ്പമുണ്ട് കേട്ടോ. എളുപ്പമല്ല. ഡെവലപ്പർ ഇങ്ങനെ നീ അങ്ങനെ ചാടണേ. മനസ്സിലായി. അവിടെ നിന്നില്ല. ഇതിന്റെ ഡെവലപ്പർ ആരാടാ? ഇതിന്റെ എന്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായി. ഇല്ലടാ, അത് ചാടുമ്പോഴാ അത് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഏതൊക്കെ അങ്ങ് ഓടിക്കോ. ഫുള്ള് നടക്കുമ്പോ അല്ല അങ്ങനെ എന്ത് സംഭവം തോന്നുന്നു. അല്ലെ സ്പേസ് പ്രസ് ചെയ്ത് നോക്ക്. വരുമ്പോ എയറിൽ വരുമ്പോ സ്പേസ് അടിക്കാൻ പ്രസ്. നീ അവിടെ തിരിഞ്ഞു പോയേ, അത് ഓപ്പൺ തിരിഞ്ഞു പോർത്ത് ഡി പ്രസ് ചെയ്ത് അവിടെ വെച്ച് ഡി പ്രസ് ചെയ്ത് തിരിയോ. സ്പേസ് വർക്കാവില്ല എയറില്. അത് ഓപ്പൺ ആവുന്നുണ്ട് കേട്ടാ. ലെഫ്റ്റ് ബെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം തോന്നുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. ഇവിടുന്ന് തിരിച്ചോ. കറക്റ്റായിട്ട് പോയതായിരുന്നു. അല്ലല്ല, അങ്ങനെ നേരെ കയറുമല്ല, തിരിയണം. നേരെ തിരിച്ചു പോയിട്ട് വരണം. ലാസ്റ്റ് അതെ അത്രേ ഉള്ളൂ.
ഇനി അത് വെയിറ്റ് ചെയ്യും. ഇല്ലടാ അങ്ങനല്ല, അങ്ങനെ പറ്റൂല. എടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും. വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു കയറ്. എന്നിട്ട് റൈറ്റിൽ കൂടെ തന്നെ പോകണം തോന്നുന്നു. വന്ന വഴി തന്നെ തിരിച്ചു വരണം. റൈറ്റ് വഴി വേണ്ട, റൈറ്റ് വന്ന വഴി തിരിച്ചു വേണം. അതാ പറഞ്ഞേ, റൈറ്റ് വഴി തിരിച്ചു വേണ്ട, വന്ന വഴി വേണം. അത് തന്നെ. ഭയങ്കര ബുദ്ധി. തകോ ഓക്കെ ഇല്ല, സത്യത്തില്ലേ? ഞാൻ ചേട്ടാ സൂപ്പർ ആയിട്ട് ഇവരൊന്നും മൈൻഡ് ചെയ്ത് ഈ ഗെയിമിൽ അഡിക്റ്റ് ആയിട്ടിരിക്കുക. നല്ല തമാശയായിരുന്നു. അണ്ണാച്ചി വർത്താനം അങ്ങനെ സ്പീഡ് വേണം. പെട്ടെന്ന് ഒന്നും നോക്കല്ലേ, ഡിലേ ആക്കല്ലേ. ഇതെന്തോന്നു ബോക്സ് വരുമെന്ന് തോന്നുന്നു കേട്ടാ. മോളിൽ കയറി താഴെ ഇറങ്ങാൻ പറ്റില്ലേ? ഓക്കെ അതെങ്ങനെ പോവളിയാ? അപ്പൊ പോള ചാട തിരിച്ചോട് ലെഫ്റ്റിലോട്ടോട്. ആ ട്രിഗർ ചെയ്ത് ലെഫ്റ്റിലോട്ടോട്. ഫുൾ ലെഫ്റ്റ് ചേട്ടാ. ട്രിഗർ ഇട്ടോ. ലെഫ്റ്റിലോട്ടോ ഫുള്ള് വെക്കും. അപ്പുറത്തെ വഴി വരും. എന്നിട്ട് ഇവിടെ ഒരു ബെയ്റ്റ് വരാൻ വഴിയുണ്ട്. എന്തെങ്കിലും വരും. കാണും, അതൊന്ന് ട്രിക്ക് ചെയ്ത് അത്രേ ഉള്ളൂ. കുണ്ടി മുളത്തി ഓടി. ഞാൻ ഒരു റീലിൽ കണ്ടതാ, കളിച്ചു നോക്കിയതിന് ശേഷം. ശരത്താടനെ വെച്ചിരുന്നായിരുന്നത്. പകുതിക്ക് വെച്ച് ഡിസിഷൻ മാറ്റി. ഞാൻ പകുതിക്ക് വെച്ച് മാറ്റി കളഞ്ഞു ചോക്കി. മാറ്റി, അതാ ഇടയ്ക്ക് വെച്ചൊന്ന് ഡിലേ ആക്കി കളഞ്ഞു. കുണ്ടി അല്ല, നീ അത് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ലെഫ്റ്റ് അങ്ങ് ഓടി പോയി. എടാ ഇവിടെ നീ ലെഫ്റ്റ് റൈറ്റ് ഓടിയാ മതി. ലെഫ്റ്റ് പോകേണ്ട ആവശ്യം ഇല്ലെന്ന് തോന്നുന്നു. ലെഫ്റ്റ് പോയാലേ മറ്റേ ട്രിഗർ ആവത്തുള്ളൂ പൊണ്ണേ. എടാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ മണ്ടത്തരം കാണിക്കണേ? ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ മണ്ടത്തരം കാണിക്കാതെ. കണ്ട തിരിച്ചു പോടാ, ഇനി പോട്ടാ. ജോക്കി തിരിച്ചെന്തിനാ പോണേ? എന്റെ ആവശ്യമില്ല. തിരിച്ചു പോ. അത്രേ ഫൈനൽ ബോസ്. നേരെ അങ്ങ് പോയാ മതിയോ? പോ. തിരിഞ്ഞോടാ ചോക്കി. അത് തിരിഞ്ഞോട്. അപ്പൊ അവിടെ ഒരു സാധനം വരും പൊങ്ങിക്കാനായിട്ട്. എനിക്ക് മനസ്സിലായി. അവിടെ നിക്കണേ. ഏത് കളി ഇപ്പൊ വന്നാലും തോന്നുന്നു കേട്ടോ. ഫൈനൽ എന്റെ ദൈവം, എന്താണ് അത് കോമഡി? ൂമ്പനാക്കി നമ്മള്. അവിടെ താഴെ പോവേ. അവ നീങ്ങുവേ. ഓക്കെ, തടിയോ. അമ്പോ എന്തൊക്കെ സംഭവിച്ചപ്പോ? ഇത് വിചാരിക്കാൻ പോലും പറ്റില്ല. അതിന് മുന്നേ എന്തൊക്കെയാ നടന്നവിടെ?
ഓക്കെ എടാ അവിടെ നിക്കണം കേട്ടോ, അവിടെ മൗസ് വെച്ച്. തീർന്നാ ഇതെന്ത് ചെവന്റെ കൂടെ കടിയേക്കുന്ന ഒരാള്. എന്ത് കളി കളിച്ചളിയാ ഈകളെ. ഇതിനൊരു അവസാനം ഇല്ലയോ? ഓക്കെ മൂന്നാമത്തത് മുമ്പനായിരുന്നു കേട്ടാ. ഇതിൽ അങ്ങനെ ഇരിക്കാൻ പോകുന്ന മൂന്നാമത്തെ എടാ അത് ഓപ്ഷൻ ഇല്ല. അള്ള സൂപ്പർളിയാ അള്ള അത് നേർച്ചയാണ്, അവിടെ എപ്പോഴും തട്ടണം. അയ്യോ ഞാൻ ഓർത്തില്ല, അതിന്റെ കാര്യം മറന്നു പോയിട്ടാൻ. ഒറ്റ ട്രൈ. ഇതില് കളിയാ, ഇതില് ചാവാൻ പാടില്ല. ആ സൂപ്പർ കളിയാ, ഇതില് ചാവാൻ പാടില്ല. ഈസി കളിയാ, ഈസി വന്നില്ലടാ. അളിയാ പെട്ടെന്ന് തന്നെ മറ്റേ ഡി അടിച്ച് പോവാൻ നോക്ക്, പെട്ടെന്ന് തന്നെ ഡി അടിച്ച് പോവാൻ നോക്ക്. ഈസി രഘുലേ ഈസി അവിടെ ഇരുന്ന് പറഞ്ഞോണ്ടിരിക്കുക എളുപ്പമാണ്. അവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാട്ടാ. ഇത് എന്ത് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്, ഇങ്ങനെ ഒരു ഗെയിം അവർ ഓക്കെ തൂപം ആ അത് ടൈമിംഗ് ആണ് കേട്ടോ. കറക്റ്റ് ആ ഒരു ഇൻഡിൽ പോയിട്ട് കറക്റ്റ് ചാടണം. ചെറിയൊരു സെക്കൻഡ് പോലും വിട്ടു അവിടെ വിട്ടു. ഓക്കെ ഓക്കെ ജസ്റ്റ് അത് കറക്റ്റ് അല്ലാളിയാ ഒരു സെക്കൻഡ് വൈകിയടാ. എടാ ഇത് ആരാടാ ഇത് കണ്ടുപിടിച്ചത്? എനിക്ക് അതില് ചാടണമെന്നല്ലോ, നേരത്തെ ഉണ്ടോ? എടാ ഞാൻ ആ മേളത്തെ ഗ്യാപ്പ് എപ്പോഴും ആ പേഷ്യൻസ് പോകുമ്പോഴേ ജസ്റ്റ് ഒന്ന് ചില്ലടാ, പേഷ്യൻസ് ആയിട്ട് കളിക്ക്. ഈസി. എന്നാ ഞാൻ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് പോട്ടെ, ഒരു മിനിറ്റ്. അഡ്മിറ്റ് ആയിട്ട് എവിടുത്തെ പേഷ്യൻസ് ആണ്? ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നവരോ, എങ്ങനെയാ പനി വന്നവരോ, ഏത് പേഷ്യൻസ് ആണ്? ഞാൻ അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകാതിരിക്കില്ലേ, പെട്ടെന്ന് പറ. ഞാൻ തോറ്റി. ഓക്കെ സൂപ്പർ റൈറ്റ് ലെഫ്റ്റ് ചാടി. ചുമ്മാ ചാടി നമ്മള് ആ സ്വിച്ച് പ്രസ് ആണ് ചാടി. സ്പേസ് അടി. സൂപ്പർ കളിയാ. എവിടെ ഓടുന്ന ആ സ്വിച്ച് പ്രസ് പോയി. എടാ ചില്ലായടാ എന്നെ. അങ്ങനെ സ്പേസ് അടി. സ്പേസ് അടി. സ്പേസ് അടി. അങ്ങനെ പോയി. സ്പേസ് അടി. ആ ഇത് എവിടെയാണ്? തലവരാന്തായി. കറക്റ്റ് സെന്ററിൽ പറഞ്ഞേ. ഇത് പറ്റാവും 100% ഉറപ്പാ. അയ്യോ എനിക്ക് പ്രാന്താവണ്. ഹോസ്പിറ്റലിൽ പോയാൽ ശരിക്കും പേഷ്യന്റ് വേണ്ടി വരും. ഇതിനല്ല ഹോസ്പിറ്റലിൽ പോകണം. മെന്റൽ ഹോസ്പിറ്റലാവും പേഷ്യന്റ് ആവും തോന്നുന്നു. ചാടി ഇപ്പഴ ചാടി. ഓടിപ്പോ. ചാടി ഇപ്പഴ ചാടി. ചില്ലായടാ. ഓ എന്ത് ടൈം കളിയാ അത്. ഓ പെട്ടെന്ന് സ്പേസ് അടിക്കണേ. റൈറ്റ് സൈഡിലോട്ട് പോ.
സൂപ്പർ ഗെയിം അളിയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാളടുത്ത് വിരോധം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഈ ഓ മണി കീറിയാനിപ്പോ. പെട്ടെന്ന് പെട്ടെന്ന് അളിയ, എല്ലാം ഫാസ്റ്റ് ഫാസ്റ്റ്. അയ്യോ പകുതി പോയി കേട്ടോ, പകുതി പോയി. അളിയ എന്ത് ചെയ്തു അളിയ അവിടെ? ഇത് എന്ത് ലെവലാ ഇത്? ലെവൽ ഡി ബസ് ചാത്തി. ഈസി അളിയ, ഈസി. ഇത് നമ്മൾ തീർന്നു. ഈസി അളിയ, ഈസി ഈസി. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടക്കണം. ഞാൻ പറഞ്ഞ ജമ്പ് ചെയ്ത എന്റെ അമ്മോ, ഇത് കളിക്കാനാണ് 15 അതെ അതെ അതെ, ഞാനിപ്പോ ഇതിലാ 15 ഇത് കളിക്കുന്നത്. ഇത് കളിക്കാൻ വേണ്ടിട്ട് ഞാൻ ലോയിന്റ് പോയി ബിൽഡ് ചെയ്യാൻ പറ്റും. ആണ്. ഇതിപ്പോ എന്തോ അളിയ എർത്തിക്ക. റൈറ്റ് തന്നെ വരും കേട്ടോ ബിരിയാണി. ഇനി അതാ സംഭവം. ഇത്രയും കട്ടപ്പെട്ടു. എന്തിന് റൈറ്റ് ഓടി അളിയ? എടാ നിങ്ങളല്ലടാ പറഞ്ഞ റൈറ്റ് തന്നെ വരുമെന്ന്. ഡെവലപ്പറിന്റെ ഒരു ബുദ്ധി വെച്ച് ഞാൻ വിരിച്ച് അങ്ങനെ വരുമെന്ന്. പക്ഷെ ഡെവലപ്പറിന് ഇത്തിരി ബുദ്ധി കൂടുതല. ഈളെ സ്പീഡിലോട് സ്പേസ് അടിച്ച് ഓടി. മാക്സിമം സ്പീഡിൽ ഓടുന്നേ. ഇത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും ഇത് കിട്ടും. ഇത് മണി കിട്ടും, മണി കിട്ടും. ഓടെ കിട്ടത്തില്ല കിട്ടത്തില്ല. ആ കിട്ടി കിട്ടി. ഇത് ഏറ്റില്ലേ, അത് ഏറ്റില്ല. അത് ഫേക്ക് ആയിരുന്നു അത് കംപ്ലീറ്റ്. തീർന്നു. ഏതാ Let's go. അളിയ ആടം കോരി ആടം കോറി അവനെ വിളി, അവനെ വിളി. എടാ അൺഡിപ്ഡ്. ഇല്ല ബ്രോ, ഞാൻ പറയട്ടെ ഭയങ്കര സിമ്പിൾ ഒരു ഗെയിമിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്തല്ലേ, കൊള്ളാം. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ഗൈസ് ലെറ്റ്സ് ഗോ. അത് എൻഡിൽ പോയി നോക്കി, എൻഡിൽ പോകാൻ നോക്കി ട്രൈ ചെയ്തു. ഇല്ല പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല. ലൂപ്പ് ലൂപ്പ് എന്തോ എഴുതി എടാ വാല കളിക്കുന്നോ? ഓ കളിക്കാൻ ഇല്ല ഇല്ല ഇതാണ് ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ. ലൂപ്പ് ലൂപ്പ് തീർത്ത കളി കംപ്ലീറ്റ് ബ്രോ. നീ കഴിക്കാൻ പോകുന്നുണ്ടോ? ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് വരാം. അയ്യോ ഗൈസ് താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും സത്യം പറഞ്ഞാ ഇന്ന് നമ്മള് അപ്പൊ നാളെ നമ്മള് ജോക്കി നാളെ നമ്മള് RP ജോക്കി വരണം, നാളെ വന്നേ പറ്റുള്ളൂ. ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എടാ നല്ല സജഷൻ എടാ, നല്ല സജഷൻ, നല്ല ഗെയിം എടാ, അടിപൊളി അടിപൊളി. ആദ്യമായിട്ട് നിന്നെ കൊണ്ടൊരു ഉപയോഗം ഉണ്ടല്ലോ. ഇതേപോലൊരു സാധനം ഉണ്ട്, ഞാൻ തരാം. ഇതേപോലത്തെ ഒരു സാധനം. ലെഫ്റ്റ് പോകുന്നു ഒരുത്തൻ ഇപ്പൊ കമന്റ് ചെയ്തിടണം. അടിക്കുവാ ഞാൻ അടിക്കുവേ. സെക്കൻഡ് ഞാൻ അടുത്ത ദിവസം അവൾ ചേട്ടാ അവൾ ഉറങ്ങണമെങ്കിൽ കുഞ്ഞുറങ്ങണ്ടേ ചേട്ടാ.